പറയാമല്ലോ, പറയാം. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. അത് അതുപോലെ പഠിക്കുക, ചോദ്യം ഉറപ്പായി വരും. ഇന്നലെ പഠിച്ച കാര്യം ഞാൻ വീണ്ടും പഠിപ്പിക്കും. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ ഓരോ കാര്യം പറഞ്ഞു തരും. ഒരൊറ്റ ഇന്നലെ എന്താ റെക്കോർഡ് തരാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് വീണ്ടും അത് പഠിപ്പിച്ചേ പറ്റൂ എന്നൊരു തോന്നൽ മനസ്സിൽ രാവിലെ 6 തൊട്ടുണ്ട് കേട്ടോ. 6 മണിയില്ലേ, 6 തൊട്ട് ഞാൻ ആലോചിക്കുന്നു, അയ്യോ അത് കൊടുത്തില്ലേ ഇങ്ങനെയാ. ആ ഒരു ക്ലാസ് റെക്കോർഡിങ് അവർ കിട്ടിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? 1-2 മാർക്ക് പോയില്ലേ. അത് മാത്രം കൊണ്ടാണ് ഇപ്പോൾ ആ ക്ലാസ് വീണ്ടും ഞാൻ തുടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. സോ ഹെഡിങ് ഇടുക, ദ ഹൈപ്പർ ടെൻസി, ദ ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി. ഹെഡിങ് ഇടുക, ഇന്നലെ പഠിച്ചതാണ് അല്ലേ? ഇടുക, ഹൈപ്പർ ടെൻസി, ദ ഡിസോർഡേഴ്സ് ഇൻ ദ പ്രഗ്നൻസി. എന്തൊക്കെയുണ്ട്? ഏത് ഹൈപ്പർ ടെൻസി ഡിസോർഡേഴ്സ് ഉണ്ട്? പ്രഗ്നൻസി സമയത്തുള്ള ഹൈപ്പർ ടെൻസി ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? പ്രഗ്നൻസി സമയത്തുള്ള ഹൈപ്പർ ടെൻസി ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? പ്രഗ്നൻസി സമയത്തുള്ള ഹൈപ്പർ ടെൻസി ഉത്തരം പറഞ്ഞേ. പ്രീ എക്ലാംഷ്യ ഉണ്ട് ആൻഡ് ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. 3 ഇല്ലേ? പ്രഗ്നൻസി സമയത്തുള്ള ഹൈപ്പർ ടെൻസി ഡിസോർഡേഴ്സ് 3 ഉണ്ട്. ഇതൊക്കെയാ പ്രീ എക്ലാംഷ്യ ആൻഡ് ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ. അത്രയും ക്ലിയർ ആയോ? ഞാൻ പഠിപ്പിക്കുന്നത് അത് അത്രയും ഇത് എഫോർട്ട് എടുത്തല്ലേ, ശരിയല്ലേ? ഞാൻ പഠിപ്പിക്കുക അത്രയും എഫോർട്ട്, അത് പഠിക്കുക കേട്ടോ. ഒരിക്കൽ പഠിച്ചു എന്ന് കരുതിയത് വീണ്ടും നോക്കാതിരിക്കും കേട്ടോ. ചില സമയം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് അത് വീണ്ടും പഠിക്കാൻ ഒരു അവസരം തരുന്നത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം, എന്റെ ഭാഗ്യമല്ല. ചില സമയത്ത് ഒരു കാര്യം വീണ്ടും കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടല്ലേ? അല്ലേ? നിങ്ങളുടെ ഭാഗ്യം എന്റെ ഭാഗ്യമില്ല അല്ലേ? ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്ത കേട്ടോ. ഞാൻ ക്ലാസ് ഇന്നലെ റെക്കോർഡ് ചെയ്ത, പക്ഷെ റെക്കോർഡ് കാണാനില്ല. രാവിലെ 6 മണി നോക്കിയപ്പോൾ റെക്കോർഡ് കാണാനില്ല. രാവിലെ 6 തൊട്ട് 10 വരെ റെക്കോർഡ് ഇത് വന്നിട്ടില്ല, അവൈലബിൾ ആയിട്ടില്ല. നോക്കിയപ്പോൾ വീണ്ടും പഠിപ്പിക്കും. എല്ലാ ഫ്രീ ടൈം പഠിപ്പിക്കാം. സൺഡേ അല്ലേ? ഞാൻ കരുതി വീണ്ടും അവരെ പഠിപ്പിച്ചേർത്ത കുഴപ്പം അല്ലേ? വീണ്ടും അവരെ പഠിപ്പിച്ചാൽ എനിക്ക് പോകുന്ന സമയം മാത്രമല്ലേ? എനിക്ക് പോകുന്ന സമയമായിരിക്കും, പക്ഷെ അവർക്ക് കിട്ടുന്നത് വിജയമായിരിക്കും അല്ലെ? എനിക്ക് പോകുന്നത് ഇപ്പൊ ഞാൻ 2 മണിക്കൂർ, 10, 11, 12 മണി പോയാലും എന്റെ സമയം മാത്രമേ. പക്ഷെ അവർക്ക് കിട്ടുന്നത് മാർക്കാണ്. ഉറപ്പായും മാർക്ക് കിട്ടും, ശരിയല്ലേ? ഉറപ്പായും ഇവിടെ ചോദ്യം വരും. സോ ദ ഹൈപ്പർ ടെൻസി, ദ ഡിസോർഡേഴ്സ് ഇൻ ദ പ്രഗ്നൻസി എത്ര ടൈപ്പ് ഉണ്ട്? 3 ഉണ്ട്. ഇതൊക്കെയാ എക്ലാംഷ്യ ആൻഡ് പ്രീ എക്ലാംഷ്യ ആൻഡ് ജസ്റ്റേഷൻ ഹൈപ്പർടെൻഷൻ ഉണ്ടോ? ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. 3 ഇല്ലേ? 3 ടൈപ്പ് ഇല്ലേ? 3 ടൈപ്പ് ഉണ്ട് അല്ലേ? 3 ടൈപ്സ് ഉണ്ട്. പ്രീ എക്ലാംഷ്യ ഉണ്ട്, അതുപോലെ തന്നെ ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ. 3 കാര്യമുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യമാണ് പ്രീ എക്ലാംഷ്യ. എന്താണ് പ്രീ എക്ലാംഷ്യ? എന്താണ് പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞ എന്താ? ഇതിന്റെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആണോ? പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആണോ? പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആണോ? ഇത് കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞ് നീ മനസ്സിലാൻ പറ്റുന്ന അറിയാമോ? ആ റെക്കോർഡിങ് അവൈലബിൾ ആകുമ്പോൾ ഞാൻ പഠിപ്പിച്ചത് വേസ്റ്റ് ആകൂടെ? മിക്കവാറും ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും ഇന്നത്തെ റെക്കോർഡിംഗ് ഇല്ലേ, മിക്കവാറും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇന്നത്തെ റെക്കോർഡിംഗ് അവൈലബിൾ ആവുന്നത്. വേസ്റ്റ് ആക്കും ഇല്ലല്ലോ? വേസ്റ്റ് ആക്കുമോ? വേസ്റ്റ് ആക്കോട്ടെ, അറിയില്ല. വേസ്റ്റ് ആക്കും. പറഞ്ഞേ, വേസ്റ്റ് ആക്കുമോ? ഇല്ലല്ലോ. പറഞ്ഞു വേസ്റ്റ് ആക്കോ? ഇല്ല. സോ എന്താണ് ഇതിന്റെ പ്രീ എക്ലാംഷ്യ? എന്താ ഇതിനകത്ത് എന്താണ് പ്രീ എക്ലാംഷ്യ? പ്രീ എക്ലാംഷ്യ എന്താ? ഹൈപ്പർടെൻഷൻ ഡിസോർഡറിനകത്ത് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നതായിരിക്കും. പഠിപ്പിച്ച് പറഞ്ഞാടേ, ഇത്രയും പറഞ്ഞാടേ.
പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ അല്ലേ? പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ അവിടെ BP എത്ര ഇടലായിരിക്കും? പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ ആണ് BP എത്ര? ചോദ്യം വരും. പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ BP എത്രക്കിടയില്ല? പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു പ്രീ എക്ലാംഷ്യ. BP എത്രയും? BP കൂടുതലായിരിക്കോ? BP കൂടുതലായിരിക്കും. ഹൈപ്പർ ടെൻഷൻ ആണ്. എത്രയും കൂടുതലായിരിക്കും? 140/90 അല്ലേ? 140/90 mmH ശരിക്കും അല്ലേ? ചോദ്യം BP 140/90 mmHg ആയിരിക്കും. പ്രീ എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ അത് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആണ്. അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ BP 140 90 മുകളിലായിരിക്കും. അത് മാത്രമാണോ? BP മാത്രമാണോ? BP മാത്രമാണോ? അല്ല, BP മാത്രമല്ല. അവിടെ എന്തുണ്ടായിരിക്കും? പ്രോട്ടീനൂറിയ ഉണ്ടായിരിക്കും അല്ലെ? പ്രോട്ടീനൂറിയ എന്താ? പ്രോട്ടീനൂറിയ എന്താ? യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കും അല്ലെ? യൂറിൻ നോക്കുമ്പോഴേ യൂറിന് കൂടുതൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കും അല്ലെ? യൂറിനകത്ത് കൂടുതൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കും. മാത്രമല്ല എഡിമയും ബോഡിയിൽ വരാം അല്ലെ? ഇവിടെ ബോഡിക്കകത്ത് എഡിമ വരാം, യൂറിനിൽ പ്രോട്ടീൻ വരാം, അതുപോലെ തന്നെ BP കൂടാം. ഈ മൂന്നും കൂടെ ചേർത്ത് എന്ത് പറയാം? BP 140/90 എബോവ് വരികയും യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടാകുകയും ബോഡിയിൽ എഡിമ വന്നാൽ എന്ത് കണ്ടീഷനാ? പ്രീ എക്ലാംഷ്യ. യൂറിനിൽ പ്രോട്ടീൻ പ്രസന്റ് ആവുകയും യൂറിനകത്ത് എന്താണ്? പ്രോട്ടീൻ അല്ലേ? ശരിയല്ലേ? പറഞ്ഞല്ലേ? ലഭിക്കുക പറഞ്ഞേ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യല്ലേ? ക്ലാസ്സില്ലേ? ക്ലാസ്സില്ലേ? സ്കിപ്പ് ആക്കരുത്. പഠിക്കട്ടോ. ചോദ്യം വരും. പറഞ്ഞേ. പറഞ്ഞേ. ആൻസർ എന്തൊക്കെ വരും? ഇന്ന് പ്രീ എക്ലാംഷ്യ എന്തൊക്കെ വരാം? 3 ചോദ്യം. പ്രീ എക്ലാംഷ്യക്ക് വരുന്ന ഇത് 3 കാരണം എന്തൊക്കെയാ? പ്രീ എക്ലാംഷ്യക്കകത്ത് വരുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രീ എക്ലാംഷ്യക്കകത്ത് വരുന്ന 3 കാര്യങ്ങൾ, കാരണങ്ങൾ, സാധ്യതകൾ എന്തൊക്കെയാ? പ്രീ എക്ലാംഷ്യക്കകത്ത് വരുന്ന 3 കാര്യകാരണങ്ങൾ എന്തൊക്കെയാ? പ്രീ എക്ലാംഷ്യക്കകത്ത് വരുന്ന 3 കാര്യകാരണൊക്കെയാ? BP കൂടും, അതുപോലെ തന്നെ പ്രോട്ടീനൂറിയ വരാം, അതുപോലെ എന്ത് വരാം? എഡിമ ഉണ്ടാവും അല്ലെ? എഡിമ ഉണ്ടാവും അല്ലെ? BP കൂടും, പ്രോട്ടീനൂറിയ വരും, എഡിമ. ചോദ്യം വരും. എക്സാമിലെ ചോദ്യം പഠിക്കേ. ചോദ്യം വരും, ഉറപ്പ് പറയും. ഞാൻ പറയും ചോദ്യം ഇവിടുന്ന് വരും. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് എടുത്ത് പറയുന്ന കാര്യം മനസ്സിലാക്കുക. ചോദ്യം വരും. BP കൂടും, 140/90 എബോവ് BP കൂടും. ഇന്ന് യൂറിനിൽ പ്രോട്ടീൻ വരും. അതുപോലെ തന്നെ എഡിമയും വന്നാൽ എന്ത് കണ്ടീഷനാ? എന്ത് കണ്ടീഷൻ? പ്രീ എക്ലാംഷ്യ അല്ലേ? ഇത് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ അല്ലേ? പ്രീ എക്ലാംഷ്യ ഈ 3 കൂടെ ചേരുമ്പോൾ പ്രീ എക്ലാംഷ്യ ഇത് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ ആണ്. യൂറിനിൽ പ്രോട്ടീൻ പ്രസന്റ് ആകും, അതുപോലെ തന്നെ ബോഡിയിൽ എഡിമ വരും, അതുപോലെ തന്നെ BP മോർ ദാൻ 140/90 മുകളിൽ പോവുകയും ഈ 3 കാര്യങ്ങൾ കൂടി ചേർത്ത് എന്ത് വിളിക്കാം? പ്രീ എക്ലാംഷ്യ. എന്താ? പ്രീ എക്ലാംഷ്യ എന്ന് വിളിക്കുക. എന്ത് പറയും? BP 140/90 മുകളിൽ പോവുകയും യൂറിൻ പ്രോട്ടീൻ പ്രസന്റ് ആകുകയും അതുപോലെ തന്നെ ബോഡിയിൽ എഡിമ വന്നാൽ എന്ത് കണ്ടീഷനാ? പ്രീ എക്ലാംഷ്യ. എപ്പോ വരും? ഓർമ്മിക്കണം. എപ്പോ വരും? ഇറ്റ് ഡെവലപ്സ് ആഫ്റ്റർ 20 weeks of gestation. ചോദ്യം വരും. എപ്പോഴാണ് ഇത് ഡെവലപ്പ് ആവാൻ? ചോദ്യം വരും. എപ്പോഴാണ് ഇത് ഡെവലപ്പ് ആകാൻ? ചോദ്യം വരും. എപ്പോഴാ? 20 weeks of gestation ശേഷം. 20 weeks of gestation ശേഷം ഇത് എപ്പോഴും ഡെവലപ്പ് ആവുന്നത്. ഇത് തരാൻ വേണ്ടി, ഇതിന്റെ റെക്കോർഡ് തരാൻ വേണ്ടി, സത്യം പറട്ടെ, ഞാൻ കള്ളം പറയാറില്ല, ഇതിന് റെക്കോർഡ് തരാൻ വേണ്ടി കഴിഞ്ഞ DHSന്റെ ഇത് റെക്കോർഡ് നോക്കിയപ്പോ അന്ന് പഠിപ്പിച്ചത് പോലെയല്ല ഇന്നുള്ള ചോദ്യം. ശരിയല്ലേ? എനിക്ക് വേണമെങ്കിൽ കഴിഞ്ഞ DHSനുള്ള റെക്കോർഡിങ് തരായിരുന്നു. അന്ന് പഠിപ്പിച്ച കൂടുതൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ.
ഞാൻ നോക്കി രാവിലെ നോക്കി, അതും പോസിബിൾ ആട്ടെ. ഇൻഡസ്ട്രിക്കറിയാം. ഞാൻ കഴിഞ്ഞ DHS പഠിപ്പിച്ചതിനെക്കാളും കുറെ കാര്യം എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നലെ പഠിപ്പിച്ച ശേഷം അത് കൊടുക്കാതെ എന്താണ്, ഞാൻ പഴയ റെക്കോർഡ് എൻ്റെ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് മാത്രമേ പഠിക്കുകയുള്ളൂ. അവിടെ മാർക്ക് പോയാൽ നഷ്ടം വരില്ലേ? മാർക്ക് നഷ്ടപ്പെട്ടാൽ പോയില്ലേ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ കാര്യം രാവിലെ പഠിപ്പിക്കട്ടോ. അതുകൊണ്ട് മാത്രമാണ് എന്താണ്, ഒരു മാർക്കും എന്റെ കുട്ടികൾക്ക് മിസ്സാവാൻ പാടില്ല. ഒരു മാർക്ക് പോലും എന്റെ കുട്ടികൾ മിസ്സാവും. ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച കാര്യം ഇത്, സമയം എക്സ്ട്രാ പഠിപ്പിച്ച അത് ഞാൻ വീണ്ടും പഠിപ്പിക്കും. കാരണം ഒരു മാർക്ക് പോലും എന്റെ കുട്ടികൾക്ക് തോൽക്കാൻ പോകാൻ നിങ്ങൾ പഠിക്കണം. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോ. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, പാസ്സാകണം. പഠിക്കുമോ? ഇത് പറയുമ്പോൾ കണ്ണു നിറയും കേട്ടോ. പഠിക്കണം എന്ന് പറയുമ്പോഴേ എന്റെ കണ്ണ്, കാരണം എല്ലാവരും എനിക്ക് ഒരുപോലെ പഠിച്ച് പാസ്സാകുക എന്ന് പറയുന്നത്, അത് എന്റെ കണ്ണെപ്പോഴും നിറയും. കാരണം ഞാൻ ചെയ്യുന്ന എഫോർട്ട് അധികം ആരും കാണാറില്ല. പാസ് ആവട്ടോ കേട്ടോ. ഇത് എപ്പോൾ ഡെവലപ്പ് ഡെവലപ്പും 20 വീക്ക് ജസ്റ്റ് ശേഷം അല്ലേ? 20 വീക്ക് ജസ്റ്റ് ശേഷം ചോദ്യം വരും, എപ്പോൾ ഡെവലപ്പും? 20 വീക്ക് ജസ്റ്റ് ശേഷം സ്റ്റാർട്ട് ആവും. സോ ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആണ്. അല്ല, 20 വീക്ക് ജസ്റ്റേഷന്റെ പ്രഗ്നൻസി ശേഷം കഴിഞ്ഞാണ് എപ്പോഴും സാധാരണഗതിയിൽ വരുന്നത്. ക്ലിയർ ആയോ? 20 വീക്കിന് ശേഷമാണ് എപ്പോഴും പ്രീ എക്ലാംഷ വരുന്നു പറഞ്ഞല്ലേ? ഓർമ്മയുടെ വാക്ക്, ആ വേർഡ് ഓർമ്മയാണ്. 20 വീക്ക് ജസ്റ്റേഷന് ശേഷമാണ് വരുന്നത് എന്ന് പറഞ്ഞു. 20 വീക്കിന് മുമ്പെയാണെങ്കിൽ, തൊട്ട് മുൻപാണെങ്കിൽ പ്രീ എക്ലാംഷ എന്ത് വിളിക്കാം? പ്രീ എക്ലാംഷ 20 ആഴ്ചക്ക് മുൻപ് വരികയാണെങ്കിൽ എന്ത് വിളിക്കാം? പ്രീ എക്ലാംഷ 20 വീക്കിന് മുമ്പാണെങ്കിൽ, മുൻപ് വരുവാണെങ്കിൽ, ബിഫോർ വരികയാണെങ്കിൽ അത് എന്ത് കണ്ടീഷനാ? പ്രീ എക്ലാംഷ ബിഫോർ 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ മുമ്പാണ് വിളിക്കാം. ഹൈഡാഡിഫോം അല്ലെങ്കിൽ പോളിഹൈഡ്രോമിൽസ് അല്ലേ? ഹൈഡാഡിഫോം അല്ലെങ്കിൽ പോളിഹൈഡ്രോമിൽസ് അല്ലേ? പ്രീ എക്ലാംഷ 20 ആഴ്ചക്ക് മുൻപ് വരികയാണെങ്കിൽ, പ്രീ എക്ലാംഷ 20 വീക്കിന് മുൻപ് വരിക എന്ന് വിളിക്കാം ഹൈഡാഡിഫോം അല്ലേ? പോളിഹൈഡ്രോമിൽ അല്ലേ? നോർമലി 20 വീക്ക് കഴിഞ്ഞ ശേഷം വരുന്നത് കേട്ടോ. നോർമലി 20 വീക്ക് കഴിഞ്ഞ ശേഷമാണ് വരുന്നത് പ്രീ എക്ലാംഷ. നോർമലി 20 വീക്ക് കഴിഞ്ഞ ശേഷമാണ് പ്രീ എക്ലാംഷ വരുന്നത്. പക്ഷെ 20 വീക്കിന് മുമ്പ് വന്നത് വിളിക്കാം. 20 വീക്കിന് മുൻപ് വന്നാൽ എന്ത് വിളിക്കാം? ഒന്നുകിൽ ഹൈഡാഡിഫോം വരാം, അല്ലെങ്കിൽ മോളാർ പ്രഗ്നൻസി വരും. ഒന്നുകൂടെ വരാം. സോ നോക്കാം, ഇത് ക്ലിയർ ആയോ? ചോദ്യം വരും, pre-eclampsia that before the 20 week of gestation indicates the pre-eclampsia that's before 20 weeks of gestation indicates എന്താ? 20 week of gestation മുമ്പായിട്ട് pre-eclampsia എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? 20 week മുമ്പായിട്ട് pre-eclampsia എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഹൈഡാഡിഫോം മോൾ അല്ലെങ്കിൽ പോളിഹൈഡ്രോമിൽ. ക്ലിയർ? 20 വീക്ക് മുമ്പേ ആണെങ്കിൽ ഹൈഡാഡിഫോം മോളാണ്, മോളാർ പ്രഗ്നൻസിയോ അതുപോലെ തന്നെ പോളിഹൈഡ്രോമിയോ വരാൻ എക്സ്പെക്ട് ചെയ്യാം. വരാൻ സാധ്യത കൂടുതലെന്ന കാര്യം ഒരിക്കലും ചോദ്യം വരും. നെക്സ്റ്റ് ഈസ് ദ ടൈപ്സ്. ടൈപ്സ് ഓഫ് പ്രീ എക്ലാംപ്ഷ്യ ഏതൊക്കെയാ? ഞാൻ നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. പ്രീ എക്ലാംപ്ഷ്യ പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് പ്രീ എക്ലാംപ്ഷ്യ ഏതൊക്കെയാ? പ്രധാനം നമുക്ക് 2 ടൈപ്സ് ഓഫ് പ്രീ എക്ലാംപ്ഷ്യ ഏതൊക്കെയാ? മൈൽഡ് പ്രീ എക്ലാംപ്ഷ്യയും സിവിയറും അല്ലേ? പ്രധാനപ്പെട്ട നമുക്ക് 2 ടൈപ്സ് ഓഫ് പ്രീ എക്ലാംപ്ഷ്യ ഉണ്ട്. മൈൽഡ് പ്രീ എക്ലാംപ്ഷ്യ അതുപോലെ തന്നെ സിവിയർ പ്രീ എക്ലാംപ്ഷ്യ എന്ന് പറയുന്ന 2 ടൈപ്സ് പഠിക്കാനുണ്ട്. എന്താണ് മൈൽഡ്? എന്താ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകുന്നുണ്ട് എല്ലാവരും, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകുന്നുണ്ട്. എല്ലാം സൺഡേ അല്ലേ, എല്ലാം ഒഴിവാക്കട്ടോ. ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകുന്നു എല്ലാവരും.
കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എവിടെ പോയത് പറഞ്ഞു, എവിടെ പോകുന്നു പറഞ്ഞു. സൺഡേ അല്ലേ, ഇത് ഫ്രീ അല്ലേ? ഫ്രീ ആണല്ല സാർ, അത് മാത്രം പറയും, ഫ്രീ ഒന്നുമല്ല. ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ടോ? ഒരു കാര്യം അയച്ചാൽ മതി, ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇത് പഠിപ്പിക്കുക, എനിക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം ആലോചിച്ചാൽ മതി. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നലെ രാത്രി പഠിച്ച കാര്യമല്ലേ, ഇന്നലെ രാത്രി ഞാൻ പഠിച്ചതും മതി. വീണ്ടും പഠിപ്പിക്കേണ്ട ആവശ്യം, അപ്പോഴേ മനസ്സിലാക്കാം. ഒരു കാര്യം പോലും ഒരു കുട്ടിക്ക് പോലും മിസ്സാകാൻ പാടില്ല എന്നൊരു വളരെ നിർബന്ധമായ ഒരു ചിന്താഗതി എനിക്കുണ്ട്. കാരണം ഇത് ലൈവ് ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇന്ന് പഠിക്കണമെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് വേണം, ശരിയല്ലേ? ലൈവ് ഇന്നലെ പഠിക്കാൻ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് റെക്കോർഡിംഗ് വേണം. അത് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പഠിപ്പിക്കണ്ടേ? അത് എന്നെ കൊണ്ട് ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ കാര്യം വീണ്ടും അവരെ പഠിപ്പിച്ചിരിക്കണ്ടേ? ഒരു ചോദ്യം ചോദിച്ചാൽ അവരെ കൊണ്ട് എഴുതാൻ സാധിച്ചിരിക്കണ്ടേ? ശരിയല്ലേ? ഞാൻ അതിന് ഉത്തരവാദിത്തമുള്ള ആളാണ്, ഞാൻ അതിന് കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആണ്, ശരിയല്ലേ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആണ്. ഇന്നലെ പഠിപ്പിച്ചു, റെക്കോർഡ് ഇന്ന് മോർണിംഗ് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് വീണ്ടും നിങ്ങളെ പഠിപ്പിക്കണം. അതിന്റെ റൂളാണ്, ഞാൻ അത് ചെയ്യുന്നു. പഠിക്കൂ എന്നത് നിങ്ങളുടെ കാര്യമല്ലേ? പഠിക്കൂ, അതുപോലെ പഠിക്കോ. ഞാൻ ചെയ്യുന്ന ആത്മാർത്ഥമായി പഠിക്കോ? പഠിക്കും. സോ the types ഏതൊക്കെയാ? the pre-eclampsia types ഏതൊക്കെയാ? മൈൽഡ് ഉണ്ട്, സിവിയർ ഉണ്ടല്ലേ? മൈൽഡ് ബി പി എത്ര ആയിരിക്കും? the pre-eclampsia രണ്ട് ടൈപ്സ് പറഞ്ഞു. the മൈൽഡിനകത്ത് the pre-eclampsia എന്ന് പറയുമ്പോൾ എത്ര ബി പി എത്രയാ? 140 ബാറിന് ഇടയിലല്ലോ, 140/90ക്കും 160 ബാർ 110 ഇട കേട്ടോ. 140/90ക്കും 160/110 ഇടയിലായിരിക്കും ബി പി കൂടുതലാണ്. ഓർമ്മിക്കണം, ബി പി 140/90ക്കും 160/110 ഇടയിലാണ്. പക്ഷെ കൂടെ എന്തുകൊണ്ടായിരിക്കും? മൈൽഡ് പ്രോട്ടീനൂറിയ ഉണ്ടല്ലേ? പ്രോട്ടീനൂറിയ മൈൽഡ് ആയിട്ട് പ്രോട്ടീനൂറിയ ഉണ്ട്. അതുപോലെ തന്നെ പിറ്റിംഗ് എഡിമ ഉണ്ട് അല്ലേ? അറിയാൻ മറക്കി പിറ്റിംഗ് എഡിമ? പണ്ട് കോളേജിൽ പഠിക്കും നോക്കാറുണ്ടോ? പിറ്റിംഗ് എഡിമ നോക്കാറുണ്ടോ? ആ കാലിൽ പോയിട്ട് തൊട്ട് പിതുക്കി നോക്കാറുണ്ടോ? പണ്ട് കോളേജിൽ ഫസ്റ്റ് ഇയർ അല്ലേ, ഫസ്റ്റ് ഇയർ ഫിസിക്കൽ എക്സാം നോക്കാറുണ്ടോ? കാലിലൊക്കെ പിതുക്കി നോക്കാറുണ്ടോ? അനുണ്ടോ? പിറ്റിംഗ് എഡിമ അറിയാലോ. അപ്പൊ ബി പി 140/90ക്കും 160/110 ഇടയിലാണ് മൈൽഡ് പ്രോട്ടീനൂറിയ ഉണ്ട്. ചെറുതായിട്ട് ചെറിയ രീതിയിൽ ചെറിയൊരു പ്രോട്ടീനൂറിയ ഉണ്ട്. അതുപോലെ തന്നെ എഡിമയും ഉണ്ടെങ്കിൽ മൈൽഡ് പ്രോട്ടീനൂറിയാണോ പ്രിയക്ലാംഷ്യ? മൈൽഡ് പ്രിയക്ലാംഷ്യ അല്ലേ? മൈൽഡ് പ്രിയക്ലാംഷ്യ വിളിക്കും. ബി പി 140/90ക്കും 160/110 ഇടയിലാണ് മൈൽഡ് പ്രോട്ടീനൂറിയ ഉണ്ട്. അതുപോലെ തന്നെ ബോഡി എഡിമ ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാം? മൈൽഡ് പ്രീ എക്ലാംഷ്യ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ദ സിവിയർ പ്രിയക്ലാംഷ്യ. സിവിയർ പ്രിയക്ലാംഷ്യ എന്താ? ഇവിടെ ബി പി ആയിരിക്കും. നേരത്തെ പറഞ്ഞെടുത്ത ബി പി അത് 140ക്കും 160 അല്ലേ? 140/90യും 160/110 പറഞ്ഞു. ഇവിടെ ഇത് 160ക്കാളും മുകളിൽ പോകും. ബി പി എപ്പോഴും 160/110 മുകളിലായിരിക്കും അല്ലേ? ബി പി മോർ ദാൻ 160/110 മുകളിലോട്ട് പോകല്ലേ? ശരിയല്ലേ? സിവിയർ പ്രിയക്ലാംഷ്യക്ക് അത് ബി പി 160/110 മുകളിൽ പോകില്ലേ? സിവിയർ പ്രിയക്ലാംഷ്യക്ക് അത് ബി പി 160/110 മുകളിൽ പോകും. സിവിയർ പ്രിയക്ലാംഷ്യക്ക് ബി പി 160/110 മുകളിലോട്ട് പോവുകയും പ്രോട്ടീനൂറിയ ഉണ്ടോ? നേരത്തെ പറഞ്ഞെടുത്ത് മൈൽഡ് അല്ലേ? ഇവിടെ സിവിയർ ആണ്. നേരത്തെ പറഞ്ഞെടുത്ത് മൈൽഡ് അല്ലേ? മൈൽഡിനകത്ത് ചെറിയൊരു പ്രോട്ടീനൂറിയ ഉള്ളു. ഇവിടെ എന്തായിരിക്കും? സിവിയർ പ്രോട്ടീനൂറിയ ഉണ്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും? സിവിയർ പ്രോട്ടീനൂറിയ മോർ ദാൻ ഓർ എബോവ് ദാൻ 5 ഗ്രാമുകളിലെ 5 ഗ്രാമിന് മുകളിൽ എന്തായിരിക്കും? ഇവിടെ
ദ പ്രോട്ടീനൂറിയ പ്രസന്റ് ആയിരിക്കും. അത് എഡിമ ഉണ്ടോ? നേരത്തെ പറഞ്ഞെടുത്ത് ദ മൈലിനകത്ത് ഇറ്റ് ഇസ് ദ ജനറേഷൻ എഡിമയല്ലേ ആണോ? അത് പിറ്റിംഗ് എഡിമയാണ്. പിറ്റിംഗ് എഡിമയല്ലേ? നേരത്തെ പറഞ്ഞ ഇത് മൈലിനകത്ത് പിറ്റിംഗ് എഡിമയല്ലേ? നേരത്തെ പറഞ്ഞ ദ മൈലിനകത്ത് പിറ്റിംഗ് എഡിമയല്ലേ പറഞ്ഞു? നേരത്തെ പറഞ്ഞ മൈൽഡ് ടൈപ്പിനകത്ത് പിറ്റിംഗ് എഡിമയല്ലേ? മൈൽഡ് പ്രോട്ടീനോട് വരുന്ന സമയത്ത് പ്രിയക്ലാംസിക്കകത്ത് പിറ്റിംഗ് എഡിമയല്ലേ? പിറ്റിംഗ് എഡിമയാണ്. ഇവിടെ എന്തായിരിക്കും? ബോഡി ഫുള്ളായിട്ട് എഡിമ വന്നാൽ എന്ത് വിളിക്കാം? ബോഡി ഫുള്ളായിട്ട് എഡിമ വന്ന് വിളിക്കാം. ബോഡി ഫുള്ളായിട്ട് എഡിമ വന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് ദ ജനറലൈസ്ഡ് എഡിമ വരും. ദ ജനറലൈസ്ഡ് ബോഡി ഫുള്ളായിട്ട് ഈ പറഞ്ഞ എഡിമ വരുന്നല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പൾമറി എഡിമ വരാം, സ്വെല്ലിംഗ് ഇൻ ദ ഫേസ് വരാം, കയ്യിൽ എഡിമ വരാം, കാൽ ദ ഫീറ്റിൽ എഡിമ വരാം. സോ ബോഡി ഫുള്ളായിട്ട് ദ ജനറൽ എഡിമ വരുന്നത് എവിടെയാ? മൈൽഡ് ആണോ സിവിയർ ആണോ? ബോഡി ഫുള്ളായിട്ട് എഡിമ വന്നാൽ എവിടെയാ? എവിടെയാ ബോഡി ഫുള്ളായിട്ട് എഡിമ എന്ന് വിളിക്കുക? എവിടെയായിരിക്കും? സിവിയർ അല്ലേ? സിവിയർ അല്ലേ? ആണ്. അത് പിറ്റിംഗ് കാണും. പിറ്റിംഗ് എഡിമ കാണും. മൈൽഡ് അല്ലേ? പിറ്റിംഗ് എഡിമയാണെങ്കിൽ മൈൽഡ് അല്ലേ? പിറ്റിംഗ് എഡിമയാണെങ്കിൽ മൈൽഡ് ആണ്. ആൻഡ് ജനറലൈസ്ഡ് എഡിമയാണെങ്കിലോ? ജനറലൈസ്ഡ് എഡിമയാണെങ്കിലോ സിവിയർ. പിറ്റിംഗ് എഡിമയാണെങ്കിൽ മൈൽഡിൽ, ജനറലൈസ്ഡ് എഡിമയാണെങ്കിൽ സിവിയറിനകത്ത് കാണും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് ഈസ് ഇതിനകത്ത് വരുന്ന അടുത്തൊരു കാര്യമാണ് ദ ഹീൽസ് സിൻഡ്രോം കേൾക്കാറുണ്ട്, ദ ഡിസീസ് കേൾക്കാറുണ്ട്. ഓർമ്മയുണ്ട്? ചോദിക്കും, എക്സാമിന് ചോദിക്കും. ഇന്ന് ഹീൽ ഡിസീസ് വരുന്നത് എവിടെയാ? ദ പ്രീ എക്ലാംഷിക്കകത്താണ്, എക്ലാംഷിക്കകത്താണ്, ഹൈപ്പർ ടെൻഷൻ ഡിസോർഡിനകത്താണ് ഏത് വരുന്നത്? എക്ലാംഷിക്കകത്താണ്. പ്രീ എക്ലാംഷിക്ക് എവിടെ വരും? ഹീൽ ഡിസീസ് എവിടെ വരും? ഹീൽ ഡിസീസ് എവിടെ വരും? ഹീൽ ഡിസീസ് എവിടെ വരും? എവിടെ വരും? എക്ലാംഷ്യ, ദ പ്രീ എക്ലാംഷ്യ എവിടെ വരും? പറഞ്ഞാടേ. എക്ലാംഷ്യക്കകത്താണോ പ്രീ എക്ലാംഷ്യക്ക് എവിടെ വരും? ഹീൽ ഡിസീസ് എവിടെ വരും? ഹീൽ ഡിസീസ് എവിടെ വരും? ചോദ്യം വരും. എവിടെയാ? ഇത് പ്രീ എക്ലാംഷ്യാണോ? പ്രീ എക്ലാംഷ്യാണോ? ആ പ്രീ എക്ലാംഷ്യാണ്. പ്രീ എക്ലാംഷ്യ അല്ലേ? അല്ലേ? പറഞ്ഞേടെ. ഇത് പഠിച്ച കാര്യം പറഞ്ഞ നിങ്ങൾ പാസ്സാവണ്ടേ? പറഞ്ഞില്ലല്ലേ? ഓപ്പടെ പറഞ്ഞു. എവിടെ പഠിച്ചത് ഇന്നലെ? ആ നോട്ട് കിട്ടിയായിരുന്നല്ലേ? പഠിച്ചായിരുന്നല്ലേ? ഇന്നലെ സ്റ്റഡി നോട്ടും കിട്ടിയായിരുന്നു. വായിച്ചു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. വീണ്ടും ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം കൃത്യമായി പറയണം. എന്താ ദ ഹീൽപ്പ് എവിടെ കാണും? എക്ലാംഷ്യക്കകത്താണോ? പ്രീ എക്ലാംഷ്യക്കകത്താണോ? ഓർ ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷനകത്താണോ? ഓർ ദ ജസ്റ്റേഷൻ ഡയബറ്റീസിനകത്താണോ? ഹീൽ ഡിസീസ് എവിടെ കാണും? ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ ആണോ? ഡയബറ്റീസ് മെലിസ് ആണോ? ഓർ എക്ലാംഷ്യ ആണോ? ഓർ ദ പ്രീ എക്ലാംഷ്യ ആണോ? ചോദ്യം ഇവിടെ കാണും. എന്താ പ്രീ എക്ലാംഷ്യ അല്ലേ? പ്രീ എക്ലാംഷ്യ അല്ലേ? അല്ലേ? പ്രീ എക്ലാംഷ്യയാണ്. പ്രീ എക്ലാംഷ്യ. അതിനകത്ത് ഹീൽപ്പിന്റെ ഹെച്ച് എന്താ? ഹീൽപ്പിന്റെ ഹെച്ച് എന്താ? ഹീമോ ലൈസ് അല്ലേ? ഹീൽപ്പിന്റെ ഹെച്ച് എന്താ? ഹീമോ ലൈസ്. എന്താ ഹീമോലൈസ്? എന്താ ഇത്? ബ്ലഡ് കൂടുതൽ ഇത് ഡിസ്ട്രോയ് പോലെ. ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ ഹെച്ച് എന്ന് പറയുമ്പോൾ ഹീമോലൈസ് ആണ്. ഹീമോലൈസ് അർത്ഥം എന്താ? ബ്ലഡ് കൂടുതൽ ഡിസ്ട്രോയ് ചെയ്ത് പോകും. ഈ എന്താ? എലിവേറ്റ് ലിവർ എൻസൈംസ്. ലിവർ എൻസൈംസ് എല്ലാം കൂടും. ആ എൽപി എന്താ? ലോ ദ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ലെസ് ദാൻ 1 lakh അല്ലേ? ലോ ദ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ലെസ് ദാൻ 1 lakh. സോ ചോദ്യം വരും ദ ഹീൽപ്പ് സിൻഡ്രോം ഓർ ദ ഹീൽപ്പ് ഡിസീസ് എവിടെ കാണും? പ്രീ എക്ലാംഷ്യക്കകത്താണ്. അതിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ ഹെച്ച് എന്താ? ഹീമോലൈസ് ആണ്. അതായത് ഈ പറഞ്ഞ ബ്ലഡ് കൂടുതലായിട്ട് ഡിസ്ട്രോയ് ചെയ്തു പോകും. ഈ എന്താ? എലിവേറ്റഡ് ലിവർ എൻസൈംസ് ആണ്. ആ എൽ പി എന്താ? ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. ലെസ് ദാൻ 1 lakh താഴെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പോകും. സിവിയർ ദ പ്രീ എക്ലാംഷ്യയിൽ എന്ത് കാണും? ഹീൽ സിൻഡ്രോം ഉണ്ടായിരിക്കും അല്ലേ? സിവിയർ ദ പ്രീ എക്ലാംഷ്യക്കകത്ത് ദ ഹീൽ സിൻഡ്രോം അല്ലെങ്കിൽ ദ ഡിസീസ് ഉണ്ടായിരിക്കും. ഹെച്ച് എന്താ? ഹീമോലൈസ് ആണ്. ഈ എന്താ?
എലിവേറ്റ് ലിവർ എൻസൈംസ് ഹെൽപ്പ് ചെയ്യണ്ട ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ലെസ് ദാൻ ഉള്ളാക്കാണ്. ക്ലിയർ 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 ക്ലിയർ. അത് മാത്രമല്ല കേട്ടോ, അത് മാത്രമല്ല എല്ലാ വീക്കിലും ഇല്ലേ, അത് മാത്രമല്ല എല്ലാ വീക്ക് ആകുമ്പോൾ ഇത് വെയിറ്റ് ഇല്ലേ, അത് മാത്രം എല്ലാ വീക്ക് ആകുമ്പോൾ ഇത് വെയിറ്റ് ഗെയിൻ കൊടുക്കട്ടെ. അത് വെയിറ്റ് ഗെയിൻ ഇല്ലേ, ഒരു 500 ഗ്രാം വെച്ച് ഓരോ ആഴ്ചയാകുമ്പോൾ എന്നറിയാമോ 500 ഗ്രാം വരെ വെയിറ്റ് ഗെയിൻ. എപ്പോൾ സിവിയർ പ്രീക്ലാംഷ്യ ഇല്ലേ, സിവിയർ പ്രീക്ലാംഷ്യ വരുമ്പോൾ ഓരോ ആഴ്ചയും 500 ഗ്രാം വെച്ച് വെയിറ്റ് കൂടാറുണ്ട് കേട്ടോ. അത് ഓർമ്മിക്കുക. സ്റ്റഡി നോട്ടില്ല. ഓരോ ആഴ്ചയാകുമ്പോൾ 500 ഗ്രാം വരെ വെയിറ്റ് എപ്പോഴും സിവിയർ പ്രീക്ലാംഷ്യ കൂടാറുണ്ട്. കാരണം ഞാൻ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഇപ്പൊ 2 ടൈപ്പ് പഠിച്ചു, മൈൽഡും പഠിച്ചു, സിവിയറും പഠിച്ചു. ആൻഡ് ഹീറ്റ് ഡിസീസ് കാണുന്നത് മൈൽഡ് ആണോ സിവിയർ ആണോ? ചോദ്യം അതാണ്. ഹീറ്റ് ഡിസീസ് കാണുന്നത്, സിൻഡ്രോം കാണുന്നത് മൈൽഡ് ആണോ സിവിയർ ആണോ? ഹീമോലൈസിസും എലിവേറ്റ് ലിവർ എൻസൈംസും ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് സിവിയർ എന്നതാണ്. ക്ലിയർ. ഇനി എന്തൊക്കെയാ റിസ്ക് എന്തൊക്കെയാ? റിസ്ക് എന്തൊക്കെയാ? പ്രീക്ലാംഷ്യയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? പ്രീക്ലാംഷ്യയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഇനി നോട്ട് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഒരിക്കലും പഴയ ക്ലാസ്സുകൾ, പഴയ റെക്കോർഡിങ്സ് പ്രൊമോട്ട് ചെയ്ത കാര്യം മനസ്സിലായോ? ബാക്കി എവിടെ പോയാലും നിങ്ങൾക്ക് അറിയാം, ഫ്രണ്ട്സ് പഠിക്കുന്ന എനിക്ക് പഴയ ക്ലാസ് റെക്കോർഡിംഗ് കൊടുക്കാറുണ്ട്. ഞാൻ അധികം പഴയ റെക്കോർഡിംഗ് ഞാൻ അധികം ചില കാര്യം പ്രൊമോട്ട് ചെയ്യാറില്ല. ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്താറിയാമോ? അവിടെ ഞാൻ പറയാത്ത കുറെ കാര്യമുണ്ട്. ഞാൻ നോക്കിയായിരുന്നു. അന്നത്തെ വർഷത്തിൽ ഞാൻ പറയാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അന്നത് പഠിക്കേണ്ടായിരുന്നു, പക്ഷെ ഇന്നത് പഠിക്കണം. ഓക്കെ, പഠിക്കുമല്ലോ ഇതുപോലെ. എന്താ അത്? റിസ്ക് ഫാക്ടർ ചോദിക്കും. പ്രീക്ലാംഷ്യയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? പ്രൈമറി ഗ്രാവിഡ് അല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പ്രഗ്നൻസി വിത്ത് എ ന്യൂ പാർട്ണർ അല്ലേ, പ്രൈമറി ഗ്രാവിഡ് ഒരു റിസ്ക് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ അറിഞ്ഞുണ്ടോ, ഫസ്റ്റ് പ്രഗ്നൻസി വിത്ത് ന്യൂ പാർട്ണർ ഒരു മെയിൻ റിസ്ക് തന്നെയാണ്. അറിഞ്ഞുണ്ടോ? അറിഞ്ഞുണ്ടോ? ഒബീസിറ്റി ഉണ്ടോ? ഒബീസിറ്റി ഉണ്ടോ? ഒബീസിറ്റി ഉണ്ട്. അത് മുമ്പായിട്ട് ഇത് പ്രീവിയസ് പ്രഗ്നൻസിക്കകത്ത് ഈ പറഞ്ഞത് പ്രീ എക്ലാംഷ്യ വന്നാൽ ഉണ്ടായിക്കൂടെ? പ്രീവിയസ് പ്രഗ്നൻസിക്കകത്ത് ഈ പറഞ്ഞത് പ്രീ എക്ലാംഷ്യ ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ ചാൻസ് ഇല്ലേ? പ്രീവിയസ് പ്രഗ്നൻസിയിൽ പ്രീ എക്ലാംഷ്യ വന്നെങ്കിൽ വീണ്ടും അടുത്ത പ്രഗ്നൻസിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞ എക്ലാംഷ്യോ പ്രീ എക്ലാംഷ്യോ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസസ് അധികമാണ്. അതുപോലെ തന്നെ ഒബീസിറ്റി കാരണം, ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ഇത് BMI മോർ ദാൻ 35 അല്ലേ, 35 BMI 35 മുകളിൽ പോയല്ലേ? പഠിച്ച കാര്യം ഇതൊക്കെ BMI പഠിച്ചതാണ്. BMI 35 മുകളിൽ പോയാലും വന്നൂടെ? വരാം. മാത്രമല്ല നേരത്തെ ഒരു ഹൈപ്പർ ടെൻഷൻ അസുഖം ഉണ്ടെങ്കിൽ ഇത് BP അറിവുണ്ടോ? ഇവിടെ ഈ ഗ്രൂപ്പിനകത്ത് BP ഉണ്ടോ? ഹൈപ്പർ ടെൻഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാം. റിയൽ ഡിസീസ് ഉണ്ടെങ്കിലും ഡയബറ്റിസ് മെൽറ്റസ് ഉണ്ടെങ്കിലും വരാൻ ചാൻസസ് കൂടുതൽ. നേരത്തെ ഉള്ള റീനൽ ഡിസീസോ ഹൈപ്പർ ടെൻഷനോ ഓർ ജസ്റ്റേഷൻ ഡയബറ്റിസ് മെൽറ്റസോ അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഡയബറ്റിസ് ഉണ്ടെങ്കിലും വരാൻ സാധ്യത കൂടുതലാണ്. കിട്ടിയോ? റിസ്ക് ഫാക്ടർ എന്ന വാക്കിന്റെ മീനിങ് എന്താ? റിസ്ക് ഫാക്ടർ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? റിസ്ക് ഫാക്ടർ അറിയണം, എപ്പോഴും പഠിക്കാതെ പോകുകയാണ്. റിസ്ക് ഫാക്ടർ എന്ന വേർഡിന്റെ മീനിങ് എന്താ? ഒരു അസുഖം ഉണ്ടാകാനുള്ള കാരണങ്ങളാണോ? ഒരു അസുഖം ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണങ്ങളാണോ? റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു അസുഖം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അസുഖം ഉണ്ടാകാൻ കാരണമല്ലേ? അല്ലേ? അല്ലേ? റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു അസുഖം ഉണ്ടോ കാരണങ്ങളല്ലേ? അല്ലേ? അവിടെ അതിന് എത്ര ടൈപ്സ് ഉണ്ട്? എത്ര ടൈപ്സ് റിസ്ക് ഉണ്ട്? ഇത് പ്രീ ഡിസ്പോസിംഗ് ഉണ്ടോ? ഇത് പ്രീ ഡിസ്പോസിംഗ് ഫാക്ടർ എന്നും പ്രീ എക്സിസ്റ്റിംഗ് ഉണ്ടോ? ഉണ്ടോ? റിസ്ക് ഫാക്ടർ ഉണ്ടോ? ഉണ്ട്. എന്താണ് ഇത്? പ്രീ ഡിസ്പോസിംഗ് എന്താ? പ്രീ ഡിസ്പോസിംഗ് ഫാക്ടർ എന്താ?
അസുഖം ഉണ്ടാകാൻ കാരണക്കായ അസുഖങ്ങളല്ലേ. ദ പ്രീ ഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു അസുഖം ഉണ്ടാകാൻ കാരണക്കാരനായ അസുഖങ്ങളാണോ? ഒരു അസുഖം മറ്റൊരു അസുഖം കാരണം ഉണ്ടാകാൻ കാരണമാണോ? ആലോചിച്ച് പറയുക. ഒരു അസുഖം ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണോ? ആലോചിച്ച് പറയുക. ഒരു അസുഖം ഉണ്ടാകാൻ വേണ്ടി കാരണക്കാരനെ മറ്റൊരു അസുഖമാണ് അല്ലെ. അതല്ലേ ദ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് അല്ലെ. ഒരു അസുഖം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു അസുഖം ഉണ്ടാക്കുന്നല്ലേ. ശരിയല്ലേ? അത് മുഴുവല്ലേ? അത് മുഴുവല്ലേ? ഏതൊക്കെയത് ഒരു അസുഖം ഉണ്ടാക്കാൻ കാരണക്കാരനായ എന്ത് ഡിസീസിനെ എല്ലാം എന്ത് പ്രീ ഡിസ്പോസിങ് വിളിക്കുക? എന്തൊക്കെയാ? ഇത് പ്രഗ്നൻസി, ഒരു 19 വയസ്സിന് താഴെയും അത് എബോവ് 40 ഇയേഴ്സ് വരാമോ? 19 വയസ്സിനും താഴെയും ആ 40 വയസ്സിന് മുകളിലും വരാമോ? അവർക്ക് പ്രീ എക്ലാംപ്ഷ്യ വരാമോ? 19 വയസ്സിന് താഴെയും 40 ഇയേഴ്സിന് മുകളിൽ വന്നാൽ വരാമോ? വരാം. RS ഇൻകോമ്പാക്റ്റബിലിറ്റി വരുമോ? RH കാരണം വരാം. RH കാരണം വരുമോ? RH കാരണം വരാം. ആൻഡ് ദ ഫാമിലി ഹിസ്റ്ററി ഓഫ് ജസ്റ്റേഷൻ ഹൈപ്പർടെൻഷൻ വരുമോ? വരാമോ? വരാം. സോ ദ റിസ്ക് ഏതൊക്കെയാ? ഫസ്റ്റ് ദ പ്രൈമറി ഗ്രാവിഡയ്ക്ക് അല്ലെ. ഫസ്റ്റ് ദ പ്രൈമറി ഗ്രാവിഡയ്ക്ക് വരാം. ഒബീസിറ്റി എന്ന് പറയുമ്പോൾ BMI മോർ ദാൻ 35 മുകളിൽ വരാം. ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് ഹൈപ്പർ ടെൻഷൻ കാരണം വരാം. റീനൽ ഡിസീസ് കാരണം വരാം. ഡയബറ്റീസ് മെല്ലിസ് കാരണം വരാം. അല്ലെ. ഇനി പറഞ്ഞ കാര്യം ദ പ്രീ ഡിസ്പോസിങ് ഫാക്ടർ ഏതൊക്കെയാ? ഇനി പറഞ്ഞ കാര്യം ദ പ്രീ ഡിസ്പോസിങ് ഫാക്ടർ ഏതൊക്കെയാ? 18 വയസ്സിന് താഴെയോ 40 വയസ്സിന് മുകളിലാണെങ്കിൽ ദ പ്രഗ്നൻസി ആണെങ്കിൽ ദ പ്രീ എക്ലാംപ്ഷൻ പോയിക്കൂടെ? ദ പ്രീ ഡിസ്പോസിങ് ഫാക്ടറിനകത്ത് 18 വയസ്സിന് താഴെയോ 40 വയസ്സിന് മുകളിലാണെങ്കിൽ പ്രീ എക്ലാംപ്ഷോട്ട് പോകാം. അതുപോലെ തന്നെ RH ഇൻകോമ്പാക്റ്റബിലിറ്റി വന്നാലും പോകാൻ സാധ്യതയില്ലേ? വരല്ലേ? ആൻഡ് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷനോ ജസ്റ്റേഷൻ ഡയബറ്റിസ് മെൽഡിസ് ഉണ്ടെങ്കിലും പ്രീ എക്ലാംപ്ഷോട്ട് പോകാൻ സാധ്യത ദ പ്രീ ഡിസ്പോസിങ് ഫാക്ടർ കാണിക്കുന്നുണ്ട്. ക്ലിയർ? Now, എന്തൊക്കെ കോംപ്ലിക്കേഷൻ? എന്തൊക്കെയാ ഇറ്റോൾ? ഇറ്റോൾ പറഞ്ഞു. ഇറ്റോൾ കാരണം എന്തുകൊണ്ട്? ഈ അണ്ണോൺ അല്ലേ. ഇറ്റോൾ എന്തുകൊണ്ടോ? കാരണം അണ്ണോൺ അല്ലേ. കാരണം ഇറ്റിയോളജി അണ്ണോൺ ഉണ്ട്. അതൊന്നും പിടിക്കില്ല. ഇറ്റിയോളജി കാരണം എന്തെങ്കിലുണ്ടോ? ഇത് വരാൻ കാരണം ഇല്ല. അണ്ണോൺ അല്ലേ. അൺനോൺ ആണോ? ആണല്ലേ. അൺനോൺ ആണ്. പക്ഷെ കോംപ്ലിക്കേഷൻ ഉണ്ടോ? കോംപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ചോദിക്കും. പ്രീ എക്ലാംപ്ഷ്യ പതിയെ എക്ലാംപ്ഷ്യ വെക്കൂടെ? പ്രീ എക്ലാംപ്ഷ്യ കോംപ്ലിക്കേഷൻ ആയിട്ട് പതിയെ എക്ലാംപ്ഷ്യ വെക്കൂടെ? പ്രീ എക്ലാംപ്ഷ്യ പതിയെ കോംപ്ലിക്കേഷൻ ആയിട്ട് എക്ലാംപ്ഷ്യയിലോട്ട് പോകാം. ചിലപ്പോൾ അത് എക്സാമിന് ചോദിക്കും. പ്രീ എക്ലാംപ്ഷ്യ കോംപ്ലിക്കേഷൻ ആയിട്ട് എക്ലാംപ്ഷ്യയിലോട്ട് പോകാം. ആൻഡ് PPHലോട്ട് പോകാം. പോസ്റ്റ് പാർട്ടം ഹെമറേജിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷനിലോ ഇൻട്രാ യൂട്രൈൻ ഡെത്തിലോ വെക്കൂടെ? ശരിയല്ലേ? കോംപ്ലിക്കേഷൻ ആയിട്ട് പ്രീ എക്ലാംപ്ഷ്യയിലോട്ട് പോകാം. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടാകാം. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷനോ അതുപോലെ തന്നെ ഇൻട്രാ യൂട്രൈൻ ഡെത്തിലോട്ടോ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അബ്രപ്ഷ്യോ പ്ലാസന്റ അല്ലെ. അതുപോലെ തന്നെ അബ്രപ്ഷ്യോ പ്ലാസന്റയോ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ കൂടെ. കോയാഗുലേഷൻ ഉണ്ടെക്കൂടെ? കോയാഗുലേഷൻ DHC ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷനിലോട്ട് പോവാം. ഓളിഗോ ഹൈഡ്രോമിനസ് വരാം. സോ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ? പ്രീ എക്ലാംപ്ഷ്യയിലോട്ട് പോകാം. പോസ്റ്റ് പാർട്ടം ഹെമറേജ് വരാം. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷനോ ഓർ ഡെത്ത് വരാം. അതുപോലെ തന്നെ അബ്രപ്ഷ്യോ പ്ലാസന്റ വരാം. ആൻഡ് DHC വരാം. ഒളിഗോ ഹൈഡ്രോമിനസ് വരാം. ദീസ് ആർ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രീ എക്ലാംപ്ഷ്യ. ക്ലിയർ?
ക്ലിയർ ക്ലിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? പഠിച്ചത് ഇതുവരെ പഠിച്ചത് കംപ്ലീറ്റ് ആയോ? ഇതുവരെ പഠിച്ച എല്ലാം കംപ്ലീറ്റ് ആയോ? ഇതുവരെ പഠിച്ച എല്ലാം കംപ്ലീറ്റ് ആയോ? ഇതുവരെ പഠിച്ച എല്ലാം കംപ്ലീറ്റ് ആയോ? ആൾമോസ്റ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? പറഞ്ഞേ, ആയോ? ആയോ? സോ ഞാൻ ഓർമ്മിക്കണം. ഒരു ടെസ്റ്റ് കൊണ്ട് നോക്കാൻ വേണ്ടിയത്, ഒരു ടെസ്റ്റ് നോക്കണം. ദ റോൾ ഓവർ ടെസ്റ്റ്, ദ റോൾ ഓവർ ടെസ്റ്റ്, എക്സാം ചോദിക്കും. ദ റോൾ ഓവർ ടെസ്റ്റ് എവിടെ യൂസ് ചെയ്യും? റോൾ ഓവർ ടെസ്റ്റ് എവിടെ യൂസ് ചെയ്യും? ഓർമ്മിക്കണം, ചോദ്യം വരും. ചോദ്യം വരും. എപ്പോൾ ചെയ്യുന്നത്? 28 മുതൽ 32 വീക്ക് അല്ലേ? റോൾ ഓവർ ടെസ്റ്റ് എപ്പോഴും ചെയ്തപ്പോഴാ 28 വീക്കിലും 32 വീക്കിലും ഇടയിലല്ലേ? റോൾ ഓവർ ടെസ്റ്റ് എപ്പോഴും ചെയ്തപ്പോഴാ 28 വീക്കിലും 32 വീക്കിലും ഇടയിലാണ്. എന്തിനു വേണ്ടിയാ? ടു ഐഡന്റിഫൈ ഹൈപ്പർ ടെൻഷൻ അല്ലെ? ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് റോൾ ഓവർ ടെസ്റ്റ്. എന്നാൽ 28 വീക്കിലും 32 വീക്കിലും ഇടയിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ബെഡിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് മാറ്റും, വീണ്ടും തിരിച്ചെടുത്തില്ലേ അല്ലെ? രണ്ട് സൈഡ്, ഒരു ബെഡിന്റെ രണ്ട് സൈഡ് ഭാഗത്തും തിരിച്ചും മറിച്ചും കിടത്തുമ്പോൾ 20 mmHg BP ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണ്. ഒരു ബെഡിന്റെ സിമ്പിൾ കാര്യം. ഒരു ബെഡിന്റെ ഒരു സൈഡിൽ നിന്നും അപ്പുറത്തോട് കിടത്തും, വീണ്ടും തിരിച്ച് ഈ സൈഡിൽ കിടത്തും അല്ലെ? ശരിയല്ലേ? ബെഡിന്റെ ഒരു സൈഡിൽ നിന്നും ഈ സൈഡിൽ കിടത്തും, വീണ്ടും അപ്പുറത്ത് കിടത്തും. രണ്ട് സൈഡും കിടത്തുമ്പോൾ BP വ്യത്യാസം 20 mmHg വ്യത്യാസം വിളിക്കാം. BP 20 mmHg വ്യത്യാസം വന്നാൽ എന്താ? ദ ഡിഫറൻസ് എപ്പോഴും ആ സൈഡിൽ കിടത്തുമ്പോഴും ഈ സൈഡിൽ കിടത്തുമ്പോഴും രണ്ട് സൈഡിൽ കിടത്തുമ്പോൾ BP ഡിഫറൻസ് 20 mmHg വ്യത്യാസം വന്നാൽ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ഹൈപ്പർ ടെൻഷൻ ആവില്ലേ? എപ്പോഴും ഹൈപ്പർ ടെൻഷൻ ആവില്ലേ? ആലോചിക്കുക, നിങ്ങളെ എന്താണ് ഇപ്പോൾ തിരിച്ചു കിടത്തി, BP നോക്കി, അപ്പുറത്തോട് തിരിച്ചെടുത്ത് BP നോക്കി, രണ്ട് സൈഡും കിടത്തിയപ്പോൾ 20 mmHg വ്യത്യാസം വന്നാൽ റോൾ ഓവർ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഇനി എവിടെയാ? പ്രീക്ലാംഷിയാണ്, എക്ലാംഷിയാണോ? പ്രീക്ലാംഷിക്കകത്ത് റോൾ ഓവർ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു സൈഡിൽ കിടത്തി വീണ്ടും അപ്പുറത്ത് കിടത്തി രണ്ട് സൈഡിലും കിടത്തുമ്പോൾ 20 mmHg വ്യത്യാസം വരികയാണെങ്കിൽ റോൾ ഓവർ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ക്ലിയർ? ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും കണ്ടീഷൻ അല്ലേ? രണ്ട് സൈഡിലും തിരിച്ചും മറിച്ചും കിടത്തുമ്പോൾ 20 mmHg മുകളിൽ ഡിഫറൻസ് വന്നാൽ ഹൈപ്പർ ടെൻഷൻ അല്ലേ? രണ്ട് സൈഡിലും തിരിച്ചും മറിച്ചും കിടത്തുമ്പോൾ 20 mmHg മുകളിൽ BP വ്യത്യാസം വന്നാൽ ഹൈപ്പർ ടെൻഷൻ ആണ്. ക്ലിയർ? റോൾ ഓവർ ക്ലിയർ? റോൾ ഓവർ ക്ലിയർ? റോൾ ഓവർ ക്ലിയർ? റോൾ ഓവർ ക്ലിയർ? ഇന്നലെ പഠിച്ചതൊക്കെ ഇന്നലെ എന്റെ ഒരു അവസ്ഥ വെച്ചേക്കെ, എന്റെ ഒരവസ്ഥ വീണ്ടും പറയാൻ, വീണ്ടും എല്ലാം പറയാൻ. വീണ്ടും രാവിലത്തെ ബാച്ചിനെ ഒഴിവാക്കിയിട്ട് അവർക്ക് ഇനി ഉച്ചയ്ക്ക്, രാവിലത്തെ ബാച്ചിനെ രാവിലെ ഒഴിവാക്കിയിട്ട് അവർക്ക് ഉച്ചയ്ക്ക്, നിങ്ങൾക്ക് നൈറ്റ്, വീണ്ടും രാവിലെ. എന്താ എങ്ങനെ പറയാൻ പറ്റില്ലേ? എന്തോ ഒരു വിധി പഠിക്കാനുള്ളത്, വീണ്ടും പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കിത് എങ്ങനെയോ വന്നു. ചില ആൾക്കാർ റെക്കോർഡ് പഠിക്കില്ല, ശരിയല്ലേ? ഇന്നലെ അറ്റൻഡ് ചെയ്യാത്ത ആരെയും ഇതിനകത്തുണ്ടോ? ഇന്നലെ അറ്റൻഡ് ചെയ്യാത്ത ആരെയും ഉണ്ടോ? അവർക്കാണ് ഭാഗ്യം. ഇന്നലെ രാത്രി ഇത് അറ്റൻഡ് ചെയ്യാത്ത ആരെയും ഉണ്ടോ? അവർക്കാണ് ഇത് ഭാഗ്യം. അവർക്കാണ് അതിന്റെ ഭാഗ്യമുള്ളത്. കാരണം അവർ ചിലപ്പോ ഇത് കിട്ടും. ഇന്നലെ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്കാണ് ഇന്നൊരു ഭാഗ്യം ഇതുള്ളത്. കാരണം ഇത് എവിടെയും കിട്ടും. എന്താ റോൾ ഓവറൊക്കെ ചോദിക്കും. അതുപോലെ അടുത്ത മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെന്റ് വരുമ്പോൾ എന്താ പ്രീക്ലാംഷ പൊസിഷൻ എന്താ? റെക്കോർഡ് കണ്ടില്ല, റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും കളിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ്, റെക്കോർഡ് ഇല്ലെങ്കിൽ ഞാൻ പഴയ റെക്കോർഡ് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം പഴയ റെക്കോർഡിന് അത് കുറേ കാര്യമില്ല, അത് വീണ്ടും എനിക്ക് തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ പഠിക്കാൻ പാടില്ല.
ഇന്ന പഴയതിനകത്ത് കുറെ കാര്യമില്ല. അന്നുള്ള സിസ്റ്റം സിലബസ് അനുസരിച്ച് കുറെ കാര്യം അന്ന് പഠിപ്പിക്കേണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ എന്താ റോൾ ഓവർ ഒന്നും പഠിച്ചില്ല കേട്ടോ. അറിയാലോ, എന്റെ പഴയ കുട്ടികൾക്ക് അറിയാം. അന്ന് ഈ പറഞ്ഞ റോൾ ഓവർ ഒന്നും അന്ന് പഠിക്കുകയില്ല. ഇത് കഴിഞ്ഞ എക്സാമിന് ഇത് റോൾ ഓവർ ടെസ്റ്റ് ഒന്നും അന്ന് പഠിക്കുകയില്ല. അനുഭവം ഉണ്ടായി അറിഞ്ഞില്ല. അന്ന് ആർക്കും എന്താ റോൾ ഓവർ ടെസ്റ്റ് ഒന്നും പഠിക്കുകയില്ല. പക്ഷെ ഇന്ന് പഠിക്കണം. എനിക്ക് വേണമെങ്കിൽ ആ റെക്കോർഡ് ദിവസങ്ങൾ അത് മിസ് ചെയ്യും. ഈ പറഞ്ഞ ഇത് റോൾ ഓവർ ഒക്കെ മിസ് ചെയ്യും. അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തുടങ്ങിയത്. സോ മാനേജബിൾ അറ്റ് പൊസിഷൻ എന്താ പൊസിഷൻ ചോദിക്കും. ലാറ്ററൽ പൊസിഷൻ അല്ലേ, സൈഡ് ഭാഗത്തല്ലേ. മാനേജ്മെന്റ് പൊസിഷൻ ചോദിക്കും. ലാറ്ററൽ പൊസിഷൻ സൈഡ് ഭാഗത്തല്ലേ. ലാറ്ററൽ പൊസിഷൻ സൈഡ് ഭാഗത്തല്ലേ. മാനേജ്മെന്റ് ലാറ്ററൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാൻ മാത്രമല്ല പ്രോട്ടീൻ ഉള്ളതും കലോറി റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണം. പ്രോട്ടീൻ കാലോറി റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണം കേട്ടോ. പ്രോട്ടീനും കാലോറി റിച്ചുമായിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സും കൊടുക്കണം. മെറൈലായിട്ട് ലാറ്ററൽ പൊസിഷനിലെ ലാറ്ററൽ പൊസിഷനും പ്രോട്ടീൻ കാലോറി റിച്ച് ഫുഡും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സും കൊടുക്കണം. ക്ലിയർ? പ്രീ ക്ലിയർ ആണ്. പ്രീ എക്ലാംസ് ക്ലിയർ ആണ്. Pre-eclampsia clear. 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 The pre-eclampsia clear ആയോ? Pre-eclampsia clear ആയോ? Now eclampsia. Eclampsia. Study up. Study up. ഒരു 5 ബ്രേക്ക് കിട്ടെ. 5 നിമിഷം ബ്രേക്ക് കിട്ടെ. സമയം കറക്റ്റ് 11:05 ഒരു 10 വരെ. ഒരു 11:05 11:10 വരെ. 11:05 11:10 ബ്രേക്ക് കേട്ടോ. ശേഷം നമുക്ക് എക്ലാംസ് തുടങ്ങാം. എക്ലാംസ് വീണ്ടും തുടങ്ങാം. ഇത് നൈറ്റ് ക്ലാസ് ഉണ്ട്. നൈറ്റ് ക്ലാസ് ഉണ്ട്. സോ സ്മാൾ ബ്രേക്ക് ഫുഡ് വരും കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം. സോ സോറി അടിക്കുന്നത് എക്ലാംഷ്യ. സോ നെക്സ്റ്റ് അടിക്കുന്നത് എക്ലാം. സ്റ്റാർട്ട് ചെയ്യാം എക്ലാംഷ്യ. എന്താ എക്ലാംഷ്യ? എന്താ നേരത്തെ ഇതിന്റെ പ്രീ എക്ലാംഷ്യ പറഞ്ഞു. നൗ എന്താ എക്ലാംഷ്യ? എന്താ നേരത്തെ പ്രീ എക്ലാംഷ്യ പറഞ്ഞു. നൗ എക്ലാംഷ്യ എന്തായിരിക്കും? എന്താ പ്രത്യേകം? എന്താ പ്രത്യേകം? എന്താ ഒരു ചോദ്യം, ഇത് പ്രീ എക്ലാംഷ്യ പതിയെ പതിയെ ഇത് ലീഡ് ചെയ്താണോ എക്ലാംഷ്യ എന്നത്? ഫസ്റ്റ് ചോദ്യം ഇതാണ്. ചോദിക്കട്ടെ, ഇത് പ്രീ എക്ലാംഷ്യ പതിയെ പതിയെ മാറി മാറിയാണോ എക്ലാംഷ്യ എന്നത്? അറിയാത്ത കാര്യമാണ്. പ്രീ എക്ലാംഷ്യ പതിയെ പതിയെ ലീഡ് ചെയ്ത് ആണോ എക്ലാംഷ്യ എന്നത്? അറിഞ്ഞിരിക്കണം. പ്രീ എക്ലാംഷ്യ പതിയെ പതിയെ മാറി മാറിയാണോ എക്ലാംഷ്യ ആവുന്നത്? ആണ്. അല്ലാതെ രണ്ടായിട്ട് നോക്കുമ്പോ എന്താണ് വ്യത്യാസം തോന്നുമെങ്കിലും പ്രീ എക്ലാംഷ്യ പതിയെ പതിയെ മാറി മാറിയാണ് ആ പേഷ്യന്റിന് എക്ലാംഷ്യ. ശരിയല്ലേ? അല്ലേടേ? എല്ലാവരും ഞാൻ അയച്ച പോയി നോട്ട്സ് വായിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എഴുതിയ നോട്ട്സ് വായിക്കുന്നുണ്ടോ? അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ചോദ്യം വരും, ഉറപ്പായും വരും. ഞാൻ ഉറപ്പായി ഇന്നലെ പഠിപ്പിച്ച കാര്യം ഇന്ന് പഠിപ്പിക്കണമെങ്കിലും ഇത് ഇപ്പോൾ പറയണമെങ്കിലും ഒരു കാര്യമുണ്ട്. ചോദ്യം ഉറപ്പായി വരും കേട്ടോ. എക്സാമിന് ഇവിടുന്ന് ചോദ്യം എപ്പോഴും ഇത് എക്ലാംഷ്യയും പ്രീ എക്ലാംഷ്യയും ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സോ നോക്കാം, എന്താണ് എക്ലാംഷ്യ? എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണോ? എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ അത് സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണോ? പ്രഗ്നൻസിൽ ഉണ്ടാകുന്ന സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണോ? എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിൽ ഉണ്ടാകുന്ന സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണോ? ആണ് അല്ലെ? പ്രഗ്നൻസിൽ ഉണ്ടാകുന്ന സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണ് ഈ പറഞ്ഞ എക്ലാംഷ്യ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർ ടെൻഷൻ മാത്രമാണുള്ളത്? സിവിയർ ഹൈപ്പർ ടെൻഷൻ മാത്രമാണോ? കൂടെ തന്നെ വേറെ ആരൊക്കെ വരും? അതിന്റെ കൂടെ തന്നെ വേറെ ആരൊക്കെ വരും? കൺവൾഷൻസ് വരുമോ? സീഷർ വരുമോ? സീഷർ പറഞ്ഞപ്പോ ഒരു വാക്ക് ഓർമ്മ വന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അയച്ച നോട്ടിനകത്ത് സീഷർ എന്ന ഭാഗം ഞാൻ എഴുതി കണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം അയച്ച നോട്ടിനകത്ത് സീഷർ എന്ന ഭാഗം ഞാൻ എഴുതിയ നോട്ട് വായിച്ചായിരുന്നോ? ടോണിക് എന്നും ക്ലോണിക് എന്നും മയോക്ലോണിക് എന്നും കണ്ടോ? സെപ്പറേറ്റ് ഉണ്ടായിരുന്നെങ്കിലും അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സീഷറിനകത്ത് ടോണിക്, ക്ലോണിക്, മയോക്ലോണിക്, ടോണിക് കണ്ടായിരുന്നല്ലേ? കണ്ടോ? വായിക്കേട്ടത് അവിടെ ഉണ്ട് കാര്യം. സോ ഇവിടെ എന്താണ് എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ സിവിയർ ഹൈപ്പർ ഉണ്ടല്ലേ? എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണ്. പ്രഗ്നൻസിയിൽ വരുന്ന സിവിയർ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ ആണ്. കൂടെ തന്നെ കൂടെ വരും? കൺവൾഷൻ കൂടെ വരും അല്ലേ? സിവിയർ ഹൈപ്പർ ടെൻഷൻ കൂടെ തന്നെ കൺവൾഷൻ കൂടി വരുന്നതിനെ വിളിക്കാം എക്ലാംഷ്യ അല്ലേ? കൺവൾഷൻ കൂടി ചേർന്ന് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഡിസോർഡറിനെ പറയുന്ന പേരെന്താ? കൺവൾഷൻസ് കൂടി ചേർന്ന് വരുന്ന സിവിയർ ഹൈപ്പർ ടെൻസീവ് ഡിസോർഡറിനെ പറയുന്ന പേരെന്താ? എക്ലാംഷ്യ. ശരിയല്ലേ? ഉത്തരം പറയുക. കൺവൾഷൻസ് കൂടി ചേർന്ന് വരുന്ന സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻസീവ് ഡിസോർഡറിനെ പറയുന്ന പേരെന്താ? എക്ലാംഷ്യ. എങ്കിൽ ഇവിടത്തെ കൺവൾഷൻ ടൈപ്പ് ഏതാ? ഇത് ജനറലൈസ് ടോണിക് ക്ലോണിക് ആണോ? ആദ്യം ടോണിക് ക്ലോണിക് ആണോ? ടോണിക് ക്ലോണിക് അല്ലേ? ടോണിക് ക്ലോണിക് പതിയെ പതിയെ കോമയിലോട്ട് പോകും. ഇവിടെ കൺവൾഷൻ പറയുമ്പോൾ അത് ടോണിക് ക്ലോണിക് ആണ്. അത് പതിയെ പതിയെ എന്താണ് ഈ പറഞ്ഞ കോമയിൽ പോകും. CNS പഠിച്ചു.
അതിനകത്തുണ്ട് കേട്ടോ. സോ പ്രഗ്നൻസി കാണപ്പെടുന്ന സിവിയർ ഹൈപ്പോർട്ടൻസി ഡിസോർഡർ ആണ് എക്ലാംസി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കൺവൾഷൻ വരാം, അതുപോലെ തന്നെ കോമയിലോട്ടും പേഷ്യന്റ് പോകാൻ സാധ്യതയുണ്ട്. എപ്പോൾ ഡെവലപ്പ് ആവും? അത് ചോദ്യം. എപ്പോൾ ഡെവലപ്പ് ആവും? എപ്പോൾ ഡെവലപ്പ് ആവും? ഒരു ബിറ്റ്വീൻ 20 വീക്സ് അല്ലേ? ചോദിക്കും മെയിൻലി ഡെവലപ്പ് എപ്പോഴാ? ബിറ്റ്വീൻ 20 വീക്ക് അല്ലേ? 20 വീക്ക് ജസ്റ്റേഷനിൽ എപ്പോഴും വരുന്നത്? 20 വീക്ക് ജസ്റ്റേഷനിൽ എപ്പോഴും വരാറുണ്ട്. അത് അവസാനിക്കുക എപ്പോഴാ? അവസാനിക്കുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ദ പോസ്റ്റ് മോർട്ടം അല്ലേ? 20ാമത്തെ ആഴ്ച തുടങ്ങി ഏകദേശം ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ് പാർട്ടത്തിന്റെ ആദ്യത്തെ 1 വീക്ക് വരെ കാണാം. എപ്പോ തുടങ്ങുന്നത്? എപ്പോഴാ? എപ്പോ സ്റ്റാർട്ട് ചെയ്യും? 20ാമത്തെ വീക്ക് ഓഫ് ജസ്റ്റേഷനിലെ 20ാമത്തെ വീക്ക് ഓഫ് ജസ്റ്റേഷൻ തുടങ്ങി ആഫ്റ്റർ ദ ഡെലിവറി കഴിയുന്നു, പോസ്റ്റ് പാർട്ടത്തിന്റെ ഫസ്റ്റ് വീക്കിലെ അതുവരെ കാണാം. ജസ്റ്റേഷന്റെ 20ാമത്തെ വീക്കിലെ ജസ്റ്റേഷന്റെ 20ാമത്തെ വീക്കിൽ തുടങ്ങുന്നു. ആലോചിക്കുക, എക്ലാംഷ്യ ജസ്റ്റേഷന്റെ 20ാമത്തെ വീക്കിൽ തുടങ്ങുന്നു, അവസാനം എപ്പോഴാ? പോസ്റ്റ് പാർട്ടത്തിന്റെ ഫസ്റ്റ് വീക്ക് വരെ കാണാം. ക്ലിയർ? കാണാം കേട്ടോ. ഇനി ഇവിടുത്തെ സീഷൻ ടൈപ്പ് എങ്ങനെയാ? ഇവിടെ കൺവേർഷൻ എങ്ങനെയാ? ഇവിടുത്തെ കൺവേർഷൻ എങ്ങനെ വരിക? സീഷൻ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ? ആദ്യം മുഖത്ത് കേട്ടോ. ഇവിടുത്തെ കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്ത് സീഷൻ എപ്പോഴും ഫസ്റ്റ് എവിടെ? മൗത്തല്ലേ? ആദ്യം മൗത്തില കേട്ടോ. സീഷർ എപ്പോഴും ഫസ്റ്റ് എവിടെയാ? സീഷർ എപ്പോഴും ഫസ്റ്റ് എവിടെയാ? മൗത്തില. സീഷർ എപ്പോഴും ഫസ്റ്റ് എവിടെയാ? മൗത്തില്ലേ? സീഷർ എപ്പോഴും ഫസ്റ്റ് വരുന്ന എവിടെയാ? മൗത്തിൽ ആദ്യം. ഇത് ട്വിച്ചിങ് ഇല്ലേ? അല്ലേ? ട്വിച്ചിങ് അറിയാമല്ലോ. അത് കേട്ടോ, ട്വിച്ചിങ് ഓഫ് മൗത്ത് ഫസ്റ്റ്. പിന്നെയാണ് ബോഡി റിജിഡ് ആയി കേട്ടോ. പിന്നെയാണ് ബോഡി റിജിഡ് ആവുന്നത്. ഒരു 15-20 സെക്കൻഡ് വളരെ ചെറിയ സമയമില്ലേ? 15-20 സെക്കൻഡ് വളരെ ചെറിയ സമയം എന്ത് ചെയ്യും? ഈ ബോഡി എന്ത് ചെയ്യും? ട്വിച്ചിങ് വരും അല്ലേ? സോ മൗത്തിൽ തുടങ്ങി ബോഡി റിജിഡ് ആവും. മൗത്തിൽ തുടങ്ങി ബോഡി റിജിഡ് ആവും. ആദ്യം മൗത്തിൽ തുടങ്ങുന്നു, ബോഡി ഒരു 15 തൊട്ട് 20 നിമിഷം സെക്കൻഡ് വരെ, മിനിറ്റ് ആണ്, മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് വരെ ബോഡി റിജിഡ് ആകും. ക്ലിയർ ആയോ? ടോണിക് എന്താ? ടോണിക് ആണെങ്കിൽ ബോഡി റിജിഡ് ആവും അല്ലേ? മറക്കരുതേ, ടോണിക് ആണെങ്കിൽ ബോഡി റിജിഡ് ആവും. ടോണിക് ഫേസ് ചോദിച്ചാൽ എന്താ? സെക്കൻഡ് മിനിറ്റ് ആണോ അവിടെ? ആലോചിച്ച് സെക്കൻഡ് മിനിറ്റ് ആണോ? സെക്കൻഡ് 15-20 സെക്കൻഡ് കേട്ടോ. 15-20 സെക്കൻഡ് വരും കേട്ടോ. കാരണം അത്രയും മിനിറ്റ് പോകില്ല. സെക്കൻഡ് എത്രയേ ഉള്ളൂ? സെക്കൻഡേ ഉള്ളൂ കേട്ടോ. അത്രയും മിനിറ്റ് പോയി, സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇത് അല്പ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പറയാണേ, ഇത് മൗത്ത് തുടങ്ങി ബോഡി റിജിഡ് ആവുന്നത് 15-20 സെക്കൻഡ് വരെ മാത്രമാണ്. ബോഡി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതും റിലാക്സ് ചെയ്തപ്പോഴായിരിക്കും 1 നിമിഷമല്ലേ? ബോഡി മസിൽസ് റിലാക്സ് ചെയ്യുന്നതും കോൺട്രാക്ട് ചെയ്യുന്നതും 1 നിമിഷം വരും. അതിനെ പറയുന്നത് എന്താ? ക്രോണിക് ഫേസ് അല്ലേ? ശേഷം 20 സെക്കൻഡ് ശേഷം അല്ലേ? 20 ശേഷം ബോഡി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്തും 1 നിമിഷത്തോളം പോയാൽ അതേ ഫേസ് ക്രോണിക് ഫേസ്. ഫസ്റ്റ് 15-20 സെക്കൻഡ് എന്താ? ഫസ്റ്റ് 20 സെക്കൻഡ് എന്ന് വിളിക്കാം. ഫസ്റ്റ് 20 സെക്കൻഡ് വരെ ആണെങ്കിൽ ടോണിക് ഫേസ്. ശേഷം മസിൽസ് പതിയെ കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്ത് ഫേസ് ചെയ്താണ്. ഫസ്റ്റ് ഇത് ഫേസ് ട്വിച്ചിങ് ആവും, ബോഡി നല്ല റിജിഡ് ആവുന്ന എപ്പോഴാ? ടോണിക് അല്ലേ? ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് മൗത്തിൽ വരുന്നു, ട്വിച്ചിങ് മൗത്ത് വരുന്നു, ബോഡി റിജിഡ് ആവുന്ന എപ്പോഴാ? ടോണിക് ഫേസിലാണ് 15-20 സെക്കൻഡ്. അത് കഴിഞ്ഞ് ബോഡി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, റിലാക്ഷൻ ചെയ്യുന്നതും 1 നിമിഷമാണ്. അതെന്ത് വിളിക്കാം? ക്ലോണിക് ഫേസ്. ക്ലിയർ? രണ്ടിന്റെയും ഡ്യൂറേഷൻ ഓർമ്മിക്കണം. ടോണിക് ഫേസിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ടോണിക് ഫേസിന്റെ ഡ്യൂറേഷൻ ആണെങ്കിൽ 15-20 സെക്കൻഡ്. ടോണിക് ഫേസിന്റെ ഡ്യൂറേഷൻ 15-20 സെക്കൻഡ്. അത് കഴിയുമ്പോൾ അല്ലെ യഥാർത്ഥ സീഷനോട് പോകുന്ന ആലോചിക്കേ,
ടോണിക് കഴിയുമ്പോഴേ യഥാർത്ഥ സീഷറിലോട്ട് അയാൾ പോകുന്നത്. എന്ത് വിളിക്കാനെ? ക്രോണിക് അല്ലേ? ടോണിക് കഴിഞ്ഞ ശേഷമല്ലേ യഥാർത്ഥ സീഷറിലോട്ട് പോകുന്നത് വിളിക്കാം. ക്ലോണിക് ആണ്. ബോഡി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും ഒരു നിമിഷത്തോളം. ക്ലിയർ? 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 ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? സിമ്പിൾ ആയി പഠിക്കും. ടോണിക് കിട്ടിയോ? ടോണിക്കും ക്ലോണിക്കും ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് ഇത് യഥാർത്ഥ സീഷറാ? യഥാർത്ഥ സീഷറാ? ടോണിക്കാണ് ക്ലോണിക്കാണ്? യഥാർത്ഥ സീഷറാ? ടോണിക്കാണ് ക്ലോണിക്കാണ്? ആലോചിച്ച് പറയും. ക്ലോണിക് അല്ലേ? ക്ലോണിക് അല്ലേ? യഥാർത്ഥ സീഷർ എപ്പോഴും ക്ലോണിക്കാണ്. ഒരു നിമിഷം വരെ പോലെ ഇങ്ങനെയാണ് പ്രീക്ലാംപ്സിക്കകത്ത് സീഷർ ഉണ്ടാകുന്നത്. ഞാൻ നോക്കാം എന്തൊക്കെയാണ് സീഷർ ഉണ്ടാവാനുള്ള കോസസ് എന്തൊക്കെയാണ്. കോസ് എന്തൊക്കെയാണ്? ഹൈപ്പർ ടെൻസീവ് ഡിസോർഡറിനകത്ത് ഈ പറഞ്ഞ സീഷർ പറയാനുള്ള കാർ എന്തൊക്കെയാണ്? അവിടെ ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറയാത്ത കുറച്ച് കാര്യം പറഞ്ഞുതരാം. അനോക്സ് വരുമോ? അനോക്സി ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ വരുമോ? അനോക്സി കാർബറമോ? അനോക്സി കാർബറം ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴുമോ? സെർബൽ ടിഷ്യൂവിൽ ശ്വാസം വരുമ്പോഴോ, സെർബലിന്റെ ബ്ലഡ് വെസൽ, സെർബലിന്റെ വെസൽസിലോ ശ്വാസം വരുമ്പോഴോ, സെർബൽ ടിഷ്യൂലോട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ, ഓക്സിജൻ കുറയുമ്പോൾ ഒന്നുകൂടെ സെർബൽ ടിഷ്യൂലോട്ടോ ഈ പറഞ്ഞ ഓക്സിജൻ കിട്ടുന്നില്ല, ആവശ്യമുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ, സെർബൽ ബ്ലഡ് വെസൽസിലോട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ സ്പാസം ഒരു കാരണമല്ലേ? സ്പാസം ഒരു കാരണമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയാത്ത കാര്യം പറഞ്ഞുതരാം. അനോക്സി എന്താ? അനോക്സി മീനിങ് എന്താ? അനോക്സി മീനിങ് എന്താ? ആബ്സെൻസ് ആണോ? ആബ്സെൻസ് ഓക്സിജനേഷൻ ആണോ? എവിടെയാ അനോക്സി എന്ന് പറഞ്ഞാൽ? ആബ്സെൻസ് ഓഫ് ഓക്സിജനേഷൻ ഇന്ന് എവിടെയാ? ടിഷ്യൂൽ അല്ലേ? അതാ ഇവിടെ ചോദ്യം. സെർബൽ ടിഷ്യൂ ഓക്സിജൻ കിട്ടുന്നില്ല, അങ്ങനെയാണ് സീഷർ വരുന്നത് അല്ലേ? സെർബൽ ടിഷ്യൂ ഓക്സിജൻ കിട്ടാതെ സീഷർ വരുന്നത് അല്ലെ? ശരിയല്ലേ? സെർബൽ ടിഷ്യൂന് ഓക്സിജൻ കിട്ടാതെയാണ് സീഷർ ഇവിടെ വരുന്നത്. അപ്പോൾ അനോക്സി എന്ന വാക്ക് അർത്ഥം എന്താ? ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ദ ടിഷ്യൂസ് അല്ലേ? ആബ്സെൻസ് ഓഫ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദ ടിഷ്യൂ അല്ലേ? അനോക്സി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദ ടിഷ്യൂ ആണ്. അവിടെ വീണ്ടും ചോദ്യം വരാൻ ഞാൻ പറഞ്ഞില്ല. അനോക്സീമിയ എന്താ? അനോക്സീമിയ അനോക്സീമിയ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദ ബ്ലഡ് അല്ലേ? അനോക്സീമിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ സാച്ചുറേഷൻ ഇൻ ദ ബ്ലഡ് ആണ്. അനോക്സി ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഓക്സിഡേഷൻ ഇൻ ദ ടിഷ്യൂ ആണ് അല്ലെ? അനോക്സി ആണെങ്കിൽ ദ ടിഷ്യൂ ആണ്. സീമിയ അനോക്സീമിയ ആണെങ്കിൽ ദ ബ്ലഡ് ആണ്. മറക്കരുത്. ഹൈപ്പോക്സി എന്താ? ഹൈപ്പോക്സി എന്താ? ഹൈപ്പോക്സി എന്താ? ഓക്സിജൻ ദ ടിഷ്യൂവിൽ കുറയുക അല്ലേ? ഓക്സിജൻ ദ ടിഷ്യൂവിൽ കുറയുക അല്ലേ? ഹൈപ്പോക്സി ആണെങ്കിൽ ഓക്സിജൻ ദ ടിഷ്യൂവിൽ കുറയുക. ആപ്നി എന്താ? ആബ്സെൻസ് ഓഫ് ആണോ? ആപ്നി എന്താ? ആബ്സെൻസ് ആണോ? ആപ്നിയ ആബ്സെൻസ് ആണോ? ആപ്നിയ ആബ്സെൻസ് അല്ലേ? അത് യുപി എന്താ? യൂപ്നിയ എന്താ? നോർമൽ ബ്രീത്തിങ് അല്ലേ? യൂപ്നിയ നോർമൽ ബ്രീത്തിങ് അല്ലേ? യൂപ്നിയ ആണെങ്കിൽ നോർമൽ ബ്രീത്തിങ്. ആൻഡ് ഡിസ്നി എന്താ? ഡിഫിക്കൽട്ടി ബ്രീത്തിങ് അല്ലേ? ടിഷ്യൂൽ ഓക്സിജൻ കുറഞ്ഞാൽ വിളിക്കാം. ടിഷ്യൂൽ ഓക്സിജൻ കുറഞ്ഞ വിളിക്കാം ഹൈപ്പോക്സിയ. ടിഷ്യൂൽ ഓക്സിജൻ കുറഞ്ഞ ഹൈപ്പോക്സിയ അല്ലേ? ആൻഡ് ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞാലോ? ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞാലോ? ഹൈപ്പോക്സീമിയ. ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞാൽ ഹൈപ്പോക്സീമിയ. ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞാൽ ഹൈപ്പോക്സീമിയ. ഇതെല്ലാം വേർഡ്സ് എല്ലാം ഞാൻ അയച്ച നോട്ടിനകത്ത് ഞാൻ എഴുതി കുറിച്ച് തന്നിട്ടുണ്ട്. കണ്ടു കാണുമല്ലോ? ഞാൻ എഴുതി കുറിച്ച് തന്നിട്ടുണ്ട്. കണ്ടാണല്ലോ? കണ്ടോ? ആരെങ്കിലും കണ്ടോ? അത് കണ്ടവർ പാസ്സാവും. കണ്ടവർ പാസ്സാവും. അപ്പൊ ഹൈപ്പർ ടെൻസീവ് ഡിസോർഡറിനകത്ത് സീഷറുള്ള കാരണം എന്താ? അനോക്സി എന്നൂടെ. മെയിൻ കോസ് എന്താ? ഹൈപ്പർ ടെൻസീവ് ഡിസോർഡറിനകത്ത് ഈ പറഞ്ഞ സീഷർ വരാനുള്ള മെയിൻ റീസൺ എന്താ? അനോക്സിയാണ്. ഓക്സിജൻ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ്. സെർബൽ ടിഷ്യൂസിലോട്ട് അല്ലെങ്കിൽ സെർബൽ ആയിട്ടുള്ള ബ്ലഡ് വെസലിനകത്ത് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ എന്ത് വരാം?
ഇപ്പൊ അനോക്സിയ വരാം. അത് കാരണം ഹൈപ്പർ ടെൻസി ഡിസോർഡറിൽ മെയിൻ സീഷർ ഉണ്ടാകാം. അത് മാത്രമല്ല സെറിബൽ ഇത് ഡിസ്ആരിത്മിയ വരാം അല്ലേ, സെറിബൽ ഡിസ്ആരിത്മിയ വരാം അല്ലേ, സെറിബൽ ഡിസ്ആരിത്മിയ വരാം എന്നൂടെ അല്ലെ, എന്തുണ്ടാവുന്നത്? കാരണം ഈ പറഞ്ഞ അനോക്സിയല്ലേ, അനോക്സിയയിൽ എഡിമ വരുന്നില്ലേ, അനോക്സിയ വരുന്നു, എഡിമ വരുന്നു. അതുകൊണ്ട് ഇത് ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് ബ്ലഡ് ഫ്ലോ ഇല്ലാവരില്ലേ. അനോക്സിയയും ഈ പറഞ്ഞ എന്താണ് ഇത് എഡിമയും കാരണം ഇത് ബ്രെയിനിലോട്ട് കിട്ടാനുള്ള ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടാതെ വരുമ്പോഴും ഇത് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യാൻ വരുമ്പോഴും ഇത് ബ്രെയിനിനകത്ത് ഇത് ഡിസ്അരിത്മിയ ഉണ്ടാകാം. സെറിബൽ ഡിസ്അരിത്മിയ ഒരു റീസൺ ആണ്, മറക്കരുത്. കിട്ടിയോ? അനോക്സിയ കാരണം ഫസ്റ്റ് കാര്യം അനോക്സിയ, സെക്കൻഡ് എന്താ സെറിബൽ ഡിസ്അരിത്മിയ വരാം കാരണം സീഷനൊക്കെ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണ്. ക്ലിയർ ആയോട്ടെ, എല്ലാം ക്ലിയർ. ഇത്രയും ക്ലിയർ ആയോ? യൂഷ്വലി ഈ പറഞ്ഞില്ലേ ഇത് പ്രിയക്ലാംക്ഷ എന്ന് പറയുന്നത് ഇത് സീഷാവുന്ന എപ്പോഴാണ്? യൂഷ്വലി ഈ പറഞ്ഞ പ്രിയക്ലാംക്ഷ എന്ന് പറയുന്നത് സീഷാവുന്ന എപ്പോഴാണ്? ലേബറിലോട്ട് പോകുമ്പോഴാണോ അതോ ആന്റിപാർട്ടറിലാണോ? ലേബറിലോട്ട് എക്ലാംക്ഷ എന്ന് പറയുന്നത് ലേബറിലോട്ട് പോകുമ്പോഴാണോ അതോ ലേബർ മുമ്പാണോ? ആന്റിപാർട്ടറിലാണോ? എപ്പോഴാ? ആന്റിപാർട്ടമാണോ ലേബറിലാണോ? ചോദ്യം വരും. ഓൺസെറ്റ് ഓഫ് സീഷർ ചോദിക്കും. ഓൺസെറ്റ് ഓഫ് സീഷർ ചോദിക്കും. എവിടെയാ? ആന്റിപാർട്ടമാണോ? ആന്റിപാർട്ടം അല്ലേ? ഓൺസെറ്റ് ഓഫ് സീഷർ എപ്പോഴും 50% ആന്റിപാർട്ടമാണ്. ഓൺസെറ്റ് ഓഫ് സീഷർ എപ്പോഴും 50% ആന്റിപാർട്ടമാണ്, മറക്കരുത്. ലേബർ സമയത്തിൽ മുമ്പേ വരാം. ആന്റിപാർട്ടമില്ലേ, ആന്റിപാർട്ട് സമയത്ത് 50% ഉണ്ടാകും. ചോദ്യം വരാം. ഓൺസെറ്റ് ഓഫ് സീഷർ ചോദിക്കാം. ആന്റിപാർട്ടിൽ 50% വരാം. ഇൻട്രാ പാർട്ടമാണെങ്കിലോ? ഇൻട്രാ പാർട്ടം എനിക്ക് പറയുമ്പോൾ മീനിങ് മനസ്സിലാവില്ല. ഇൻട്രാ പാർട്ടം എന്ന് പലർക്കും മീനിങ് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. ഇൻട്രാ പാർട്ടം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ലേബർ അല്ലേ? ഇൻട്രാ പാർട്ടം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ലേബർ അല്ലേ? ഇൻട്രാ പാർട്ടം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ലേബർ ആണ്. ആന്റിപാർട്ടം ആണെങ്കിൽ ബിഫോർ ആണ് അല്ലേ? സോ ഏറ്റവും കൂടുതൽ സീഷർ വരാനുള്ള സാധ്യത എപ്പോഴാണ്? ആന്റിപാർട്ടമാണ്. 50% കേസ് എപ്പോഴും ആന്റിപാർട്ടമാണ്. ഈ ഇൻട്രാ പാർട്ടമാണെങ്കിൽ ലേബർ സമയത്താണെങ്കിൽ 30% ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം എന്തായിരിക്കും? ഡെലിവറി കഴിഞ്ഞ് 48 hours കഴിഞ്ഞാണോ? പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് 48 മണിക്കൂറിന് ശേഷമുള്ള സമയമാണ്. അവിടെ 20%. സോ ഓൺസെറ്റ് സീഷർ ചോദിക്കാം. ഓൺസെറ്റ് സീഷർ ചോദിക്കാം. ആന്റിപാർട്ടം എന്ന് പറയുമ്പോൾ ബിഫോർ ദ ഡെലിവറിയാണ്, 50% കേസ് ഉണ്ടായിരിക്കും. ഇൻട്രാ പാർട്ടം എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദ ഡെലിവറിയാണ്, 30% കാണും. ആൻഡ് പോസ്റ്റ് പാർട്ടം 48 മണിക്ക് ശേഷം 20% ഉണ്ടാകാം. ക്ലിയർ? ആന്റിപാർട്ടം പറഞ്ഞപ്പോ ആന്റിപാർട്ടം ഹെമറേജ് പഠിച്ചില്ലേ? ആന്റിപാർട്ടം ഹെമറേജ് പഠിച്ചില്ല കഴിഞ്ഞ ദിവസം. ആന്റിപാർട്ടം ഹെമറേജ് പഠിച്ചില്ല കഴിഞ്ഞ ദിവസം. അപ്പൊ പഠിച്ചോ? ആന്റിപാർട്ടം ഹെമറേജ് കഴിഞ്ഞ ദിവസം രാത്രി പഠിച്ചോ? ആന്റിപാർട്ടം ഹെമറേജ് കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. നമുക്ക് ഇന്ന് രാത്രിയില്ലേ ആ ദിവസമാണ് കേട്ടോ. അതോട്ട് രാത്രിയില്ലേ സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കാം ദ കോംപ്ലിക്കേഷൻസ് ഓഫ് എക്ലാംപ്സ് എന്തൊക്കെയാണ്. നോക്കാം. ചോദ്യം വരും, ഉറപ്പായും ചോദ്യം വരും. കോംപ്ലിക്കേഷൻസ് ഓഫ് എക്ലാംപ്സ് എന്തൊക്കെയാണ്? സിവിയർ മെറ്റൽ അല്ലെങ്കിൽ ഫീൽ ചെയ്തൂടെ? സിവിയർ
മെറ്റേണൽ അല്ലെങ്കിൽ ഫീറ്റൽ ഇഞ്ചുറി ഈവൻ ദ ഡെത്ത് വരെ വരാം കേട്ടോ. സിവിയർ മെറ്റേണലോ ഫീറ്റൽ ഇഞ്ചുറിയും ഈവൻ ദ ഡെത്ത് വരെ മാത്രം നേരത്തെ പറഞ്ഞു. ഹീൽ പറഞ്ഞ ഹീൽ പുറമേണ്ടോ ഹീൽ പുറമേണ്ടോ അത് വരാം. അതുപോലെ തന്നെ അന്ന് DSC എന്താ? DSC എന്താ? ഇത് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ ആണോ? അത് വരാം. കോംപ്ലിക്കേഷൻ ആയിട്ട് ദ മെറ്റേണൽ ഫീറ്റൽ ഇഞ്ചുറി വരാം, ഈവൻ ദ ഡെത്ത് വരെ. കോംപ്ലിക്കേഷൻ ആയിട്ട് മെറ്റേണൽ ഫീറ്റൽ ഇഞ്ചുറിയോ ദ ഡെത്ത് വരെ വരാം. ഹീൽ സിൻഡ്രോം വരാം. അതുപോലെ തന്നെ ഇത് DAC വരാം. നമുക്ക് ഏറ്റവും പ്രധാനം വരുന്നത് ഇവിടെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഉണ്ടാവും. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഉണ്ടാവും. കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഉണ്ടാവും. എന്താണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ്? ഒരു കോസുമില്ലാതെ, ഒരു കാരണമില്ലാതെ, ഒരു കോസുമ കണ്ടിന്യൂസ് ആയിട്ട് സീഷർ വരുമല്ലേ? ഏകദേശം 5 മുതൽ 10 നിമിഷം അല്ലേ? ഒരു കാരണവുമില്ലാതെ, ഒരു കോസുമില്ലാതെ സീഷർ 5 മുതൽ 10 നിമിഷം വരെ അല്ലേ? അല്ലെ? സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സീഷർ അല്ലേ? സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ 5 മുതൽ 10 നിമിഷം വരെ എന്താ നിർത്താതെയുള്ള സീഷർ അല്ലേ? ശരിയല്ലേ? ഒരു കാരണമില്ലാതെ, എന്താണ്, ഒരു കോസമില്ലാതെ 5 മുതൽ 10 നിമിഷം വരെ നിർത്താതെയുള്ള സീഷറിനെ പറയുന്ന പേരെന്താ? ഒരു കാരണവുമില്ലാതെ 5 മുതൽ 10 നിമിഷം വരെയുള്ള കണ്ടിന്യൂസ് സീഷർ പറയുന്നത് എന്താ? സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് അല്ലേ? സോ കോംപ്ലിക്കേഷൻ പറഞ്ഞു. മെറ്റേണൽ ഫീറ്റൽ ഇഞ്ചുറി കാരണം വരാം, ഹീൽ സിൻഡ്രോം കാരണം വരാം, ആൻഡ് DAC കാരണം വരാം, അതുപോലെ തന്നെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് കാരണം വരാം. ക്ലിയർ? എന്താ മാനേജ്? എന്താണ് മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ്? ചോദ്യം എന്ത് പൊസിഷനാണ്? ചോദ്യം എന്ത് പൊസിഷനാണ്? ഏത് പൊസിഷൻ കടത്തണം പേഷ്യന്റ്? ഏത് പൊസിഷൻ പേഷ്യന്റ് കടത്തണം? പേഷ്യന്റ് ഇത് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എടുക്കണം. പേഷ്യന്റ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പേഷ്യന്റിനെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ വേണം കൊടുക്കാനുള്ളത്. പേഷ്യന്റ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉത്തരം പറഞ്ഞു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. ലെഫ്റ്റ് ലാറ്ററൽ മറക്കരുത്. ചോദ്യം ലെഫ്റ്റ് ലാറ്ററൽ മറക്കരുത്. മാനേജിംഗ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കുക. എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. എനിക്കറിയാം ഇതിനകത്ത് ആരൊക്കെ റാങ്ക് പഠിക്കുന്നത്. എനിക്ക് മുൻകൂട്ടി അറിയാം ഇതിനകത്ത് ആരൊക്കെ റാങ്ക് വാങ്ങിക്കുമെന്നും ആരൊക്കെ പാസ്സാകുമെന്നും ആരൊക്കെ പാസ്സാകില്ലത് എനിക്ക് എല്ലാം മുൻകൂട്ടി അറിയാം കേട്ടോ. എനിക്ക് മുൻകൂട്ടി അറിയാം. കാരണം പറയുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ടേഷൻ ഇത് കാണാത്ത ആൾക്കാരെ പേരറിയാം. അത് കാണാത്ത ആൾക്കാരെ പേരറിയാം. എത്ര നിമിഷം കണ്ട ആൾക്കാരറിയാം. ഇന്നലത്തെ റെക്കോർഡിങ് ചോദിക്കാത്ത ആൾക്കാരെ അറിയാം, ചോദിച്ച ആൾക്കാരറിയാം, ഇന്നലെ ലൈവ് പഠിച്ച ആൾക്കാരറിയാം, ഇന്ന് പഠിക്കുന്ന ആൾക്കാരെ അറിയാം, ഇന്നത്തെ ക്ലാസ് ഉണ്ടോ എന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരെ അറിയാം. ശരിയല്ലേ? ഇന്നലത്തെ റെക്കോർഡ് ചോദിക്കാത്ത ആൾക്കാരെ പേരറിയാം, ചോദിച്ച ആൾക്കാരെ പേരറിയാം, ഇന്ന് പഠിക്കുന്ന ആളുടെ പേരറിയാം, ഇത് ലിങ്ക് കണ്ടിട്ട് പഠിക്കാതിരിക്കുന്ന ആൾക്കാരറിയാം, ഓപ്പൺ ചെയ്യാത്ത ആൾക്കാരെ അറിയാം. മറക്കരുത് കേട്ടോ. അതെല്ലാം ലൈഫ് കേട്ടോ. വിട്ടാൽ പോയി. സോ എന്താ പോസ്റ്റ് ചോദിക്കും. ഇത് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ലാറ്ററൽ കൊടുക്കാം. മാത്രമല്ല ഓക്സിജൻ കൊടുക്കണം. ഓക്സിജൻ യൂസിങ് ദ ഫേസ് മാസ്ക് യൂസ്. ഫേസ് മാസ്ക് അറിയാലോ, ഓക്സിജൻ പഠിച്ചതായിരിക്കും. ഫൗണ്ടേഷനകത്ത് ഓക്സിജൻ തെറാപ്പി പഠിച്ചു. ഫൗണ്ടേഷനകത്ത് റെക്കോർഡിങ്ങിനകത്ത് ഓക്സിജൻ തെറാപ്പി പഠിച്ചു. ഓക്സിജൻ തെറാപ്പി പഠിച്ചോ? 2 ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്. 1ഉം 2ഉം ക്ലാസ്സുമായിട്ട് ഓക്സിജൻ തെറാപ്പി പഠിച്ചോ? 2 ക്ലാസ്സായിട്ട് ഓക്സിജൻ തെറാപ്പി പഠിച്ചു.
ഓക്സിജൻ തെറാപ്പി കൊടുക്കണം. ഇവിടെ എത്ര ലിറ്റർ? 8 to 10 liters കേട്ടോ. ഒരു മിനിറ്റിൽ 8 മുതൽ 10 ലിറ്റർ വരെ ഓക്സിജൻ കൊടുക്കണം. ഒരു മിനിറ്റിൽ 8 മുതൽ 10 നിമിഷം എന്താണ് ഓക്സിജൻ ഇവിടെ കൊടുക്കണം. മാത്രമല്ല ഇമ്പോർട്ടന്റ് കാര്യം സ്പെസിഫിക് മാനേജ്മെന്റ് ചോദിച്ചാൽ അവിടെ നമ്മൾ കേരള PSC എക്സാം സ്ഥിരം ചോദ്യം ഇഞ്ചക്ഷൻ മാഗ്നീഷ്യം സൾഫേറ്റ് തെറാപ്പി യൂസ് ചെയ്യും കേട്ടോ. സ്പെസിഫിക് മാനേജ്മെന്റ് ഇവിടെ ചോദ്യം വരും ഇഞ്ചക്ഷൻ മാഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യും. ഇഞ്ചക്ഷൻ മാഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യാം. പേര് ചോദിക്കും മാഗ്നീഷ്യം സൾഫേറ്റ് എപ്പോഴും എവിടെ യൂസ് ചെയ്യും? എക്ലാംപ്സിക്ക് അഥവാ പ്രീ എക്ലാംപ്സിക്കാണോ? ഇഞ്ചക്ഷൻ മാഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യുന്നത് എക്ലാംപ്സിക്കാണോ പ്രീ എക്ലാംപ്സിക്കാണോ? മാഗ്നീഷ്യം എക്ലാംപ്സിയ ഇതിന് വേണ്ടിയാ ഡിപ്രസ് ചെയ്യാനല്ലേ? CNS ഡിപ്രസ് ചെയ്യാനും ഈ യൂട്രസിന്റെ സ്മൂത്ത് മസിൽസ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. മാഗ്നീഷ്യം എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ CNSന്റെ റിലാക്സേഷനും അതുപോലെ തന്നെ യൂട്രസിലെ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. മറക്കരുത്, യൂട്രസ് അടക്കമുള്ള സ്മൂത്ത് മസിലിനെ റിലാക്സ് ചെയ്യാൻ അതുപോലെ തന്നെ CNSന്റെ ഡിപ്രഷനും വേണ്ടി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് സീസണല്ലേ കാരണം സീസണല്ലേ സീസൺ എടുത്തോണ്ടല്ലേ CNSനെ പിടിച്ചെത്തണ്ടേ? CNS കണ്ടിന്യൂസ് ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി CNS കൊടുക്കാൻ വേണ്ടിയും യൂട്ടർ മസിൽസിന് കൊടുക്കാൻ വേണ്ടിയും മാഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യും. എത്ര ഡോസ്? ഡോസ് ചോദിക്കും. ഏത് ഡോസ്? മാഗ്നീഷ്യം ഡോസ് ചോദിക്കും. റൂട്ട് ചോദിക്കും. ഡോസ് എങ്ങനെ? റൂട്ട് എങ്ങനെ? ഇൻട്രാമസ്കുലർ ആണെങ്കിൽ ഇൻട്രാമസ്കുലർ ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 ഗ്രാം അല്ലേ? ഇൻട്രാമസ്കുലർ ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 ഗ്രാം ഇൻ 3 to 5 minutes. ഇൻട്രാമസ്കുലർ ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 ഗ്രാം 3 മുതൽ 5 നിമിഷം കൊടുക്കണം. നീഡിൽ കുത്തിയ ശേഷം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാടില്ല. പതിയെ സ്ലോ ആയിട്ട് 3 മുതൽ 5 നിമിഷം വരെ 4 ഗ്രാം എപ്പോഴും കൊടുക്കണം ലോഡിംഗ് ഡോസ് ആയിട്ട്. ആൻഡ് ദ മെയിൻറ്റനൻസ് ഡോസ് എത്ര? 5 ഗ്രാം 4 മണിക്കൂർ അല്ലേ? ഈ ചോദ്യം എക്സാമിന് ചോദ്യം കേട്ടോ. എക്സാമിന് ഷുവറായി ചോദ്യം വരും. എക്സാമിന് ലോഡിംഗ് ഡോസും മെയിൻ്റനൻസ് ഡോസും ചോദ്യം, അതുപോലെ തന്നെ മാഗ്നീഷ്യം സൾഫേറ്റ് ചോദ്യം വരും കേട്ടോ. 3 കാര്യം മറക്കോ? ഇല്ല പറഞ്ഞേ. ഇൻട്രാമസ്കുലർ ആണ് IV ആണ് പറഞ്ഞത്? ഇൻട്രാമസ്കുലർ പറഞ്ഞല്ലേ? ഇൻട്രാമസ്കുലർ ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 ഗ്രാം 3 മുതൽ 5 നിമിഷം. ആൻഡ് മെയിൻ്റനൻസ് ഡോസ് 5 ഗ്രാം 4 മണിക്കൂറായിട്ട് ഇൻട്രാമസ്കുലർ പറഞ്ഞത്. ഇനി IV ആണെങ്കിലോ? ഇൻട്രാവീനസ് ആണെങ്കിലോ? ഇൻട്രാവീനസ് എത്രയായിരിക്കും? ഇൻട്രാവീനസ് ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 മുതൽ 6 ഗ്രാം. ഇൻട്രാവീനസ് ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 മുതൽ 6 ഗ്രാം 15-20 മിനിറ്റ്സിൽ കൊടുക്കണം. 4 മുതൽ 6 ഗ്രാം ഇൻട്രാവീനസ് ആണെങ്കിൽ 15 to 20 മിനിറ്റ്സ് കൊടുക്കണം. ആൻഡ് ദ മെയിൻ്റനൻസ് ഡോസ് 1 to 2 ഗ്രാം ആണോ? 1 to 2 ഗ്രാം പെർ അവർ അല്ലേ? ഓരോ മണിക്കൂറിലും 1 മുതൽ 2 ഗ്രാം മെയിൻ്റനൻസ് ഡോസ് കൊടുക്കണം. സോ ചോദ്യം വരും മാഗ്നീഷ്യം സൾഫേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നീഷ്യം സൾഫേറ്റ് CNS ഡിപ്രസ് ചെയ്യാനും യൂട്രസിന്റെ സ്മൂത്ത് മസിൽസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. IM ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 ഗ്രാം ഇൻ 3 മുതൽ 5 നിമിഷം. ആൻഡ് മെയിൻ്റനൻസ് ഡോസ് ആണെങ്കിൽ 5 ഗ്രാം 4 മണിക്കൂർ ഇടപെട്ട്. ഇനി IV ആണെങ്കിൽ ലോഡിംഗ് ഡോസ് 4 മുതൽ 6 ഗ്രാം ഇൻ 15-20 മിനിറ്റ്സും. ആൻഡ് മെയിൻ്റനൻസ് ഡോസ് 1 മുതൽ 2 ഗ്രാം പെർ അവറും കൊടുക്കണം. ക്ലിയർ ആയോ? എല്ലാം മലയാളം പറയുന്നത്, എല്ലാം മലയാളം പഠിച്ചു. അല്ലെങ്കിൽ മലയാളക്കാർ പഠിച്ചുണ്ട്. പഠിച്ചോ എല്ലാവരും? ഇത്രയും പഠിച്ചോ. So next is science of magnesium sulfate toxicity. Next is science of magnesium sulfate toxicity. എല്ലാം കൊടുത്തു. അത് കൂടെ എന്ത് ചെയ്യും?
എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി കൂടി എന്ത് ചെയ്യും? ഇമ്പോർട്ടന്റ് ആണ്. സയൻസ് ഓഫ് magnesium sulfate toxicity എന്തൊക്കെയാ? the deep the tendon reflux deposit ആവില്ലേ? മാഗ്നീഷ്യം സൾഫേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ ടെൻഡൻ റിഫ്ലക്സ് അല്ല എന്ത് ചെയ്യും? ഡിപ്രസ് ആവില്ലേ? ഡിപ്രസ് ആവില്ലേ? അത് ഫ്ലഷിങ് വരാം. അതുപോലെ തന്നെ സ്വെറ്റിങ്ങും ഒളിഗോറിയം യൂറിൻ ഔട്ട്പുട്ട് ഭയങ്കരമായി കൂടിക്കൂടെ? യൂറിൻ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കൂടാം. റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാം. വേറെ ഉണ്ടോ? ഹൈപ്പോടെൻഷനും ബ്രാഡിക്കാർഡിയും അല്ലേ? റെസ്പിറേറ്ററി ഡിപ്രഷൻ വരുമ്പോൾ ബ്രാഡിക്നിയ വരാം അല്ലേ? റെസ്പിറേറ്ററിയുടെ ഡിപ്രഷൻ കാരണം ബ്രാഡിക്നിയം വരാം. ഇത്രയും കാര്യങ്ങൾ മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കും വരുന്ന അഡ്മിനിസ്ട്രേഷൻ ശേഷം നമ്മൾ നോക്കേണ്ട കാര്യം അല്ലെ? ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം അപ്പൊ പെട്ടെന്ന് പോകാൻ പാടുണ്ടോ? ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം പെട്ടെന്ന് പോകാൻ പാടുണ്ടോ? ഇല്ല. മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത ശേഷം പെട്ടെന്ന് ഓടിപ്പോയി ഇരിക്കാൻ പാടില്ല. വേറെ ആളെയും നോക്കാൻ പാടില്ല. ആ ഒരു പേഷ്യന്റ് തന്നെ നോക്കണം. മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. പേഷ്യന്റ് എന്തെങ്കിലും വ്യത്യാസം സയൻസിന് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മാത്രമല്ല ആ ഒരു ട്രേ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ ആന്റിഡോട്ടായിട്ട് എന്ത് കൂടെ കരുതണം. മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ട്രേക്കകത്ത് വേറെ എന്തോ കൂടെ ഒന്ന് കൊണ്ടുപോകണം. മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്ന കൂടെ തന്നെ ആ ട്രേക്കകത്ത് എന്തോ ഒന്നുകൂടെ ആന്റിഡോട്ടായിട്ട് കരുതിയിരിക്കണം. കാൽഷ്യം ഗ്ലൂക്കോൺ അല്ലേ? മാഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ടായിട്ട് കാൽഷ്യം ഗ്ലൂക്കോൺ റെഡിയാക്കി കൂടെ കയ്യിൽ വച്ച ശേഷം മാത്രമേ ഇത് കൊടുക്കാവൂ എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. എപ്പോഴത്തെ ലൈഫിൽ 10 വർഷം കഴിഞ്ഞാൽ പോലും തന്നെ 20 വർഷം കഴിഞ്ഞാൽ പോലും തന്നെ മറക്കരുത്. മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്ന കൂടെ തന്നെ ആന്റിഡോട്ട് കയ്യിൽ കരുതണം. അല്ലാതെ ഓടിപ്പോയി എടുക്കാമെന്ന് കരുതരുത്. ഓടിപ്പോയി ഞാൻ കൊണ്ടുവരാമെന്ന് കരുതരുത്. കയ്യിൽ കൊണ്ടുപോകണം. കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ആന്റിഡോട്ടായിട്ട് മാഗ്നീഷ്യം സൾഫേറ്റിന്. ക്ലിയർ? അനുഭവം എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അനുഭവം വരും. അന്ന് ആരെയും അറിയിക്കാതെ പോകരുത്. ഞാൻ ചെയ്യാത്ത കാര്യമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അന്ന് എനിക്ക് അറിയാം സാർ അന്ന് പഠിപ്പിച്ച വെച്ച കാര്യമാണ്, ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഒരു മിസ്റ്റേക്ക് വന്നാൽ അറിയില്ല. ആരും സർക്കാർ സ്കൂളിൽ ആരും അറിയില്ല. സർക്കാർ സ്കൂളല്ലേ? സർക്കാർ ഹോസ്പിറ്റൽ ആരും അറിയില്ലല്ലോ. വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സർക്കാരില്ലേ? അവിടെ കൊടുത്തില്ല എന്ന് അധികം ആരും അറിയില്ല. നിങ്ങൾ പറയും കൊടുത്തെന്ന് പറഞ്ഞ കൊടുത്തതാണ്. പക്ഷെ ഒരു തെറ്റ് പറ്റില്ല കേട്ടോ. എപ്പോഴും ആന്റിഡോട്ടായിട്ട് ഈ പറഞ്ഞ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് എപ്പോഴും കയ്യിൽ കൊണ്ടുപോകണം. ഇനി വേറെ ഉണ്ടോ? വേറെ ഇത് ഡൈസിം കൊടുക്കാറുണ്ട്. ഇത് ഡൈസിപ്പം കൊടുക്കാറുണ്ട് അല്ലെ? ഇത് മസിൽ റിലാക്സ് കൊടുക്കാറുണ്ടോ? 40 mg 500 ml 5% ഡെക്സ്ട്രോസ് കേട്ടോ. 40 mg ഈ 5 ml അല്ലേ? 5% ഡെക്സ്ട്രോസ് അല്ലേ? 5% ഡെക്സ്ട്രോസിനകത്ത് 500 ml 40 mg ഡൈസിപ്പം കൊടുക്കാറുണ്ട്. അതും മറക്കരുത്. ഡൈസിപ്പം കൊടുക്കാറുണ്ട്. ശരിയല്ലേ? ഡൈസിപ്പം നിങ്ങൾ മിക്കവാറും ഫസ്റ്റ് കൊടുക്കുന്നില്ലേ? ഫസ്റ്റ് ഏതിൽ കൊടുക്കുന്നത്? സെഡേഷന് വേണ്ടി, മസിൽ റിലാക്സേഷന് വേണ്ടി, സെഡേഷന് വേണ്ടി, മസിൽ റിലാക്സേഷന് വേണ്ടി നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. സെഡേഷന് വേണ്ടി, മസിൽ റിലാക്സേഷന് വേണ്ടി ഫസ്റ്റ് ഡയറ്റ്സ് കൊടുക്കാറുണ്ടോ? എത്ര mg? 40 mg അല്ലേ? 40 mg 500 ml 5% ഡെക്സ്ട്രോസിനകത്ത് കൊടുക്കണം. അറിഞ്ഞുണ്ടോ? സീഷർ പോലത്തെ കൺവൾഷൻ കൊടുക്കാറുണ്ടോ? ഫിനറ്റോയിൻ അല്ലേ? സീഷർ അല്ലെങ്കിൽ ഇത് കൺവൾഷന് വേണ്ടി ഫിനറ്റോയിൻ കൊടുക്കാറ് അല്ലേ? ഇത് കൺവൾഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫിനറ്റോയിൻ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചോദിക്കും, ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് എന്താ? ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് എന്താ? അതും ചോദ്യം. ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് എന്താ? തയോപെന്നോൺ സോഡിയം ആണോ? The drug of choice for status epilepticus എന്താ? തയോപെന്നോൺ സോഡിയം അല്ലേ? തയോപെന്നോൺ സോഡിയം 0.5 mg in the 20 ml the 5%
ഡെക്സ്ട്രോസിൽ IV ആയിട്ട് യൂസ് ചെയ്യണം. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ് ഉണ്ടെങ്കിൽ 0.5 mg ഇൻ 20 ml എന്താണ് 5 ml എന്ത് ചെയ്യും കൊടുക്കണം. 5% ഡെക്സ്ട്രോസിൽ കൊടുക്കണം. സ്ലോ IV അല്ലേ? സ്ലോ IV അല്ലേ? സ്ലോ IV അല്ലേ? സ്ലോ IV അല്ലേ? സ്ലോ IV ചോദ്യം വരും. സ്ലോ IV അല്ലേ? അല്ലേ? ഈ ചോദ്യം വരും. നമ്മൾ ഇത്രയെല്ലാം ചെയ്തു, ഇതുവരെയുള്ള എല്ലാ കാര്യം ചെയ്തു. ഒരു 30 നിമിഷം വരെ ഈ ഒരു സീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാനേജ് എന്താ? 30 നിമിഷം വരെ എന്താണ് സീഷൻ എല്ലാം കൊടുത്തു കേട്ടും ഈ പറഞ്ഞ എല്ലാ ഡ്രഗും എല്ലാം കൺട്രോൾ ചെയ്തിട്ടും 30 നിമിഷം വരെ സീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാനേജ് എന്താ? 30 നിമിഷം വരെ സീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത എന്താ ചോദ്യം? ഏതാണ്? സീഷൻ അൺകൺട്രോളബിൾ ഫോർ 30 മിനിറ്റ്സ് ആണ് എന്ത് വിളിക്കാം? പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യണം. പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യണം. 30 നിമിഷം വരെയും സീഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുക. ഒന്നുകിൽ ഇൻഡ്യൂസ്ഡ് പ്രഗ്നൻസി, ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രഗ്നൻസി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സി സെക്ഷൻ ചെയ്യുക. ഒരു 2 ഓപ്ഷൻ ഉണ്ട്. ഇൻഡ്യൂസ്ഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ സി സെക്ഷൻ ചെയ്യുക. ഇതാണ് മെയിൻ കാര്യം. ക്ലിയർ? എക്ലാംഷ്യ, എക്ലാംഷ്യയും പ്രീ എക്ലാംഷ്യയും എല്ലാം ക്ലിയർ ആയോ? എക്ലാംഷ്യയും പ്രീ എക്ലാംഷ്യയും ക്ലിയർ ആയോ? കുഞ്ഞ് ക്ലിയർ ആയോ? അത് ആന്റിബയോട്ടിക് ഹെമറേജ് തൊട്ട് ഇന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്തതാണ്. ആന്റിബയോട്ടിക് ഹെമറേജ് തൊട്ട് രാത്രി തുടങ്ങിയാൽ മതിയോ? ആന്റിബയോട്ടിക് ഹെമറേജ് രാത്രി 7 മണി തുടങ്ങിയാൽ മതി. 7 മണിക്ക് ആന്റിബയോട്ടിക് ഹെമറേജ് തൊട്ട് രാത്രി 7 മണിക്ക് തുടങ്ങിയാൽ മതിയോ? ആന്റിബയോട്ടിക് ഹെമറേജ് തൊട്ട് രാത്രി 7 മണിക്ക് തുടങ്ങട്ടെ? മതിയോ? എക്ലാംഷ്യയും പ്രീ എക്ലാംഷ്യയും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? സോ പഠിക്കുക. ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ച് എന്നോടും കാണിക്കുക, പഠിക്കുക. ഓക്കെ, തിരിച്ച് എന്നോട് കാണിക്കുന്ന കാര്യം പഠിക്കുക. ഇതോടെ എല്ലാ ക്ലാസ്സും പഠിക്കട്ടോ. എല്ലാ ക്ലാസ്സും അയച്ച എല്ലാം തന്നെ എക്സ്പെഷ്യലി ഇന്ന് നെർവസ് ഫുൾ പഠിക്കട്ടോ. പാസ്സാകുമ്പോ കാണിക്കും കേട്ടോ. സോ ബൈ, സീ യു 7 PM. ഫസ്റ്റ് റീഡിംഗ് നോട്ട്സ്, പിന്നെ ക്ലാസ് നോട്ട്സും. എപ്പോഴും ഫസ്റ്റ് റീഡിംഗ് നോട്ട്സും ശേഷം ക്ലാസ് നോട്ട്സ് അത് ഫോളോ കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. സീ യു നൈറ്റ് 7 PM.